സെർച്ച് ചെയ്തു എന്നല്ലാതെ കാര്യമായൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് 2023 ഏറ്റവും അവസാനം കഴിഞ്ഞ പേപ്പറിന്റെ അനാലിസിസ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാവരും ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. ഞാൻ കുറച്ച് സ്പീഡിലായിരിക്കും ക്ലാസ് എടുക്കുന്നുണ്ടാവുക, അതായത് 52 ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇന്റർഫിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അതിന്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഓർമ്മിപ്പിക്കാനുള്ളത്, ഏകദേശം 28ഓളം ക്വസ്റ്റ്യൻസ് നമ്പർ സിസ്റ്റത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ 8ഓളം ക്വസ്റ്റ്യൻസ് വന്നത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്നാണ്. നിങ്ങൾക്കറിയാം. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നത് എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിലൊക്കെ തന്നെ ആയിരിക്കും ഇനി അടുത്ത പേപ്പറും വരാനുള്ള സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേപ്പറാണ് 2024 എക്സാം എഴുതുന്ന ആൾക്കാരെ, ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പോഴും ഞാൻ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, രാജ് ഹാസ് 10 pairs of red and 9 pairs of white and 8 pairs of black shoes in a box. If he randomly picks shoes one by one without replacement from the box to get a red pairs of shoe to wear, what is the maximum number of attempts he has to make? എന്നാണ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും ആൻസർ അറിയുന്നുണ്ടാവില്ല, എല്ലാവരും കീ ഒക്കെ നോക്കിയിട്ടുണ്ടാവും. എന്താണെന്ന് ആൻസർ പറയാമോ? $45 അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളിത് എങ്ങനെയായിരുന്നു ചെയ്യുന്നത്? യെസ്, ഇവിടെ നമുക്ക് 9 pairs ഓഫ് റെഡ് ഷൂ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 9 പെയർ എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെഫ്റ്റും ഒരു റൈറ്റും ഉണ്ടാകും അല്ലെ? അതായത് 9 പെയർ ഓഫ് ഷൂസ് എന്ന് പറയുമ്പോൾ 9 ലെഫ്റ്റും ഉണ്ടാകും, 9 റൈറ്റും ഉണ്ടാകും. അതായത് 9 റെഡ് ഷൂസ് ആണ് ഉള്ളത്. ഓക്കെ, 9 pairs ഓഫ് റെഡ് ഷൂ. ഇനി അടുത്തതാണെങ്കിലോ, അടുത്തത് 8 pairs ഓഫ് 10 pairs ഓഫ് റെഡ് ഷൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10 pairs ഓഫ് റെഡ് ഷൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 9 pairs ഓഫ് വൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 9 ലെഫ്റ്റ് ഉണ്ടാകും, 9 റൈറ്റും ഉണ്ടാകും. അതുപോലെ തന്നെ 8 pairs ഓഫ് ബ്ലാക്ക് ഷൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. 8 ലെഫ്റ്റും ഉണ്ടാകും, 8 റൈറ്റും ഉണ്ടാകും. അപ്പൊ നമ്മൾ റാൻഡം ആയിട്ട് ഈ ബോക്സ് ഒന്ന് ഷൂസ് എടുത്തു തുടങ്ങാണ്. അറ്റ് എ ടൈം ഒരു ഷൂ മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് നോക്കുകയാണ് ഏതാണെന്നുള്ളത്. എന്നിട്ട് ആൾക്ക് അവസാനം വേണ്ടത് എന്താണ്? ഒരു പെയർ ഓഫ് റെഡ് ഷൂ ആണ് വേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം എടുക്കുന്ന 8 ഷൂവും ബ്ലാക്ക് ആണെന്ന് വിചാരിക്കുക. അതും ബ്ലാക്കിലെ റൈറ്റ് അല്ലെ? അപ്പോൾ 8 എണ്ണം എടുത്തു, നമുക്കൊരു പെയർ കിട്ടിയില്ല റെഡിൻ്റെത്. അടുത്ത് എടുക്കുന്നത് 8 എണ്ണവും ലെഫ്റ്റ്, ബ്ലാക്കിന്റെ തന്നെ ലെഫ്റ്റ് ആണ്. അതുപോലെ തന്നെ വൈറ്റും, അടുത്തത് 9 വൈറ്റ് എടുക്കുന്നു. അതുപോലെ തന്നെ 9 വൈറ്റ് ലെഫ്റ്റ് എടുക്കുന്നു. ഇനി അടുത്ത് എടുക്കുന്ന 10 എണ്ണവും ഏതാകാം? റൈറ്റ് ആകാം അല്ലെ? റെഡിന്റെ റൈറ്റ് ആവാം. അപ്പോൾ 10 എണ്ണം എടുത്തു കഴിഞ്ഞു. ഇനി ഒരെണ്ണം എടുക്കാൻ പോകുന്നത് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി എന്തായിരിക്കും? ഒരെണ്ണം എടുക്കാൻ പോകുന്നത് ലെഫ്റ്റ് എന്നായിരിക്കില്ലേ? അപ്പൊ ഓൾറെഡി നമ്മളിവിടെ 10 റൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എടുക്കാൻ പോകുന്ന ഒരെണ്ണം എന്തായാലും ലെഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരെണ്ണം കൂടി നമുക്ക് എടുത്താൽ മതി. അപ്പൊ എന്തായാലും ഇയാൾക്കൊരു റെഡ് ഷൂവിന്റെ ഒരു പെയർ കിട്ടുമെന്ന് ഉറപ്പിക്കാമല്ലോ. നമുക്ക് ഉറപ്പിച്ച് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 45 എന്ന് വരും. ഇങ്ങനെയാണ് നമ്മുടെ ആൻസറിലേക്ക് എത്തുന്നത്. ഓക്കെ, ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ പെയർ ഓഫ് ഷൂ എന്ന് പറഞ്ഞു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഉണ്ടായിരുന്നത്? ബ്ലൂ ബോൾ, ബ്ലാക്ക് ബോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിരവധി തവണ നേരത്തെയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. ഇത് എളുപ്പം ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ ഈ ക്ലാസ് എടുത്തു പോകുന്നതിനിടയിൽ
നമ്മൾ ഒഴിവാക്കേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് കൂടി പറയും. അത് നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഇനി ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എത്ര വേല് ഒരു ബാറ്റ്സ്മാന് 25 റൺസ് സ്കോർ ചെയ്യാം? എങ്ങനെയൊക്കെയാണ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്? അയാൾക്ക് ഒന്നുകിൽ സിംഗിൾ റൺ വെച്ചിട്ട് സ്കോർ ചെയ്യാം, അല്ലെങ്കിൽ 4 വെച്ച് സ്കോർ ചെയ്യാം, അല്ലെങ്കിൽ 6 മാത്രം വെച്ചിട്ട് സ്കോർ ചെയ്യാം. എങ്ങനെയാണ് സ്കോർ ചെയ്യുന്നുള്ള സീക്വൻസ് ഒന്നും ബാധകമല്ല അല്ലെ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു എളുപ്പം ക്വസ്റ്റ്യൻ ആണ്. കണ്ടു കഴിഞ്ഞാൽ എന്നല്ല, എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ, പക്ഷെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് റൗണ്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് ടൈം കളയാതിരിക്കുക ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ട്. ഓക്കെ, അപ്പൊ നമുക്കിത് എങ്ങനെയാ ചെയ്യാം? അതായത് 25 റണ്ണാണ് ഇയാൾക്ക് സ്കോർ ചെയ്യേണ്ടത് അല്ലെ. 25 റണ്ണ് സ്കോർ ചെയ്യണമെങ്കിൽ ഏതൊക്കെ ഡിഫറെന്റ് രീതിയിൽ ഇയാൾക്ക് സ്കോർ ചെയ്യാം എന്നാണ് നമുക്ക് നോക്കേണ്ടത് അല്ലെ. ഇയാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സിംഗിൾസ് മാത്രം വെച്ചിട്ട് സ്കോർ ചെയ്യാം അല്ലെ. സിംഗിൾസ് മാത്രം വെച്ചിട്ട് 25 റൺസ് എടുക്കാം. അതാകെ ഒറ്റ ഒരു വഴിയല്ലേ ഉള്ളൂ, ഒരു വഴി മാത്രമേ ഉള്ളൂ. സിംഗിൾസ് മാത്രം വെച്ചിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ വഴി മാത്രമേ ഉള്ളൂ അല്ലെ. ഇനി ഇയാൾക്ക് എന്ത് ചെയ്യാം? ഒരു സിക്സും, അതായത് സിക്സും സിംഗിൾസും വെച്ചിട്ട് സ്കോർ ചെയ്തൂടെ? അതായത് ഇയാൾക്ക് വേണമെങ്കിൽ 4 സിക്സ് അടിക്കാം അല്ലെ. 4 സിക്സും ഒരു സിംഗിൾ, 4 സിക്സ് ഒരു സിംഗിൾ ആകുമ്പോൾ 25 ആയി. ഇനി 3 സിക്സും ഒരു സിംഗിളും ആയിക്കൂടെ? 3 സിക്സും റസ്റ്റ് സിംഗിളും ആയിക്കൂടെ? 3 സിക്സും റസ്റ്റ് സിംഗിളും ആകാം. അതുപോലെ തന്നെ 2 സിക്സും ബാക്കി സിംഗിളും ആകാം, ഒരു സിക്സും ബാക്കി സിംഗിളും ആകാം അല്ലെ. ഈ ഒരു രീതിയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമുക്ക് സിക്സും സിംഗിളും മാത്രം വെച്ചിട്ട് നമുക്ക് എത്ര രീതിയിൽ സ്കോർ ചെയ്യാം? 4 ഡിഫറെന്റ് രീതിയിൽ സ്കോർ ചെയ്യാം. അപ്പൊ 4 ഡിഫറെന്റ് രീതിയിൽ നമ്മൾ സ്കോർ ചെയ്യുന്നു. അതുപോലെ തന്നെ 4ന്റെ കേസും ഇതുപോലെ നമുക്ക് ചെയ്തൂടെ? 4 ആൻഡ് സിംഗിൾ. ഓക്കെ, ഇത് എത്ര രീതിയിൽ സ്കോർ ചെയ്യാം? അതായത് ആദ്യം 6 4 അടിച്ചിട്ട് ബാക്കി ഒരു സിംഗിൾ, അതുപോലെ തന്നെ 5 4, 4 4, 3 4, 2 4, ഒരു 4. ഈ ഒരു രീതിയിൽ നമുക്ക് സ്കോർ ചെയ്യാം, 4ഉം സിംഗിളും മാത്രമായിട്ട്. അപ്പൊ നമുക്ക് എത്ര ഡിഫറെന്റ് രീതിയായി? 6 ഡിഫറെന്റ് രീതികളായി അല്ലെ. ഇനിയുള്ളത് ഏതൊക്കെ കോമ്പിനേഷൻ ആണ്? 6, 4 ആൻഡ് സിംഗിൾസ് അല്ലെ. ഈ 6ന്റെയും 4ന്റെയും സിംഗിൾസിന്റെയും ഒരു ഗ്രൂപ്പാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോ ഞാൻ ആദ്യം എടുക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ 3 സിക്സ് അടിക്കുന്നു. 4 സിക്സ് അടിക്കുന്നത് പോസിബിൾ അല്ല ഇനി, കാരണം നമ്മൾ ഓൾറെഡി 4 സിക്സ് അടിക്കുന്ന കണ്ടീഷൻ എടുത്തു. 4 സിക്സ് അടിച്ചു കഴിഞ്ഞാൽ ഒരു സിംഗിൾ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പൊ ഇനി അടുത്തത് ഞാൻ 3 സിക്സ് അടിക്കുന്ന കണ്ടീഷൻ എടുത്തു. ഓക്കെ, 3 സിക്സ് അടിക്കുന്ന കണ്ടീഷൻ ആയി കഴിഞ്ഞാൽ ഇയാൾക്ക് എന്ത് ചെയ്യാം? 3 സിക്സും ഒരു 4 അല്ലേ ഇനി അടിക്കാൻ പറ്റുള്ളൂ. ഒരു 4 മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. കാരണം 3 സിക്സ് 18 റണ്ണായി, ഒരു 4 അടിച്ചു കഴിഞ്ഞാൽ 22 റണ്ണായി. ബാക്കി സിംഗിൾസും അല്ലെ, അതായത് 3 സിംഗിൾസും. ഇതൊരു പോസിബിലിറ്റി ആണ്. അതുപോലെ 2 സിക്സും ഒരു 4ഉം ബാക്കി സിംഗിളും ആയിക്കൂടെ? അതും ആകാം അല്ലെ. ഇനി ഒരു 6ഉം ഒരു 4ഉം ബാക്കി സിംഗിളും ആയിക്കൂടെ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 3 കണ്ടീഷനും കൂടി കിട്ടി. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് നോക്കാം. ഇനി 2 സിക്സും 3 4ഉം അടിച്ചൂടെ? 3 4ഉം ബാക്കി സിംഗിളും. ഓക്കെ, 3 4ഉം ബാക്കി സിംഗിളും. അതുപോലെ തന്നെ 2 സിക്സും 2 4ഉം ബാക്കി സിംഗിളും, അതും പറ്റും. ഇനി ഒരു 6ന്റെ കേസ് എടുക്കാം. ഒരു 6ന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 6ഉം 4 4ഉം പറ്റൂലേ? 4 4 പറ്റും, ബാക്കി സിംഗിൾ. അതുപോലെ ഒരു 6ഉം 3 4ഉം പറ്റുമല്ലോ.
ബാക്കി സിംഗിൾ. ഇനി നമുക്ക് ഒരു കണ്ടീഷൻ കൂടിയേ ബാക്കിയുള്ളെന്ന് തോന്നുന്നു. ഒരു 6ഉം 2 4, ബാക്കി സിംഗിൾ. ഓക്കെ, ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കണ്ടീഷൻ കൂടിയായി? 5 കണ്ടീഷൻ കൂടിയായി. അപ്പൊ ടോട്ടൽ നമുക്ക് കിട്ടിയിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് 1 + 4 + 6 + 3 + 5 ആണ് അല്ലെ? ടോട്ടൽ 19 കണ്ടീഷൻസ് ആണ്. അതായത് ഇത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. നമുക്ക് എളുപ്പം എഴുതിയാൽ കിട്ടുകയൊക്കെ ചെയ്യുമെങ്കിലും കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ എക്സാം ഹാളിൽ കയറിയിട്ട് ആദ്യം തന്നെ ഇതുപോലുള്ള ക്വസ്റ്റ്യനിൽ പോയിട്ട് തലവെക്കാതിരിക്കുക. ടൈം പോകും. നമ്മൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പിക്ക് ചെയ്തതിന് ശേഷം അവസാനം ബാക്കിയുള്ള സമയത്ത് മാത്രം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇത് കുറച്ച് എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പൊതുവെ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? there are 4 letters and 4 envelope and exactly 1 letter is to be put in exactly 1 envelope with the correct address. If the letters are randomly inserted into the envelope, then consider the following statement. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ GS-ലാണെങ്കിലും CSAT-ലാണെങ്കിലും നമ്മൾ എന്താ നോക്കുക, ഇത് തെറ്റാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് അല്ലേ? അപ്പൊ ഇവിടെയും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇത് തെറ്റാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നുള്ളത് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് എക്സാക്ട്ലി 1 ലെറ്റർ ഗോസ് ഇൻ ടു ആൻ ഇൻകറക്റ്റ് എൻവലപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അതായത് ഇപ്പം 4 ലെറ്റർ ഉണ്ട്, 4 കവർ ഞാൻ ഇവിടെ വരക്കാണ്. 4 കവർ ഉണ്ട്. ഇതിലൊക്കെ ഓരോന്നിലും ലെറ്റർ 1, ലെറ്റർ 2, ലെറ്റർ 3, ലെറ്റർ 4 ഇങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ ഒന്നാമത്തെ കവറിൽ റോങ് ആയിട്ടുള്ള ഒരു ലെറ്റർ ആണ് പ്ലേസ് ചെയ്യുന്നത് വിചാരിക്കുക. അതായത് ഇവിടെ ലെറ്റർ 1 ആണ് വരേണ്ടത്, പക്ഷെ ഞാനിവിടെ ലെറ്റർ 2 ആണ് ഇടുന്നത്. പക്ഷെ ബാക്കി 2 സ്ഥലത്തും ഇവിടെ L3 കറക്റ്റ് ആണ്, L4 കറക്റ്റ് ആണ്. ഇനി ഞാൻ കവർ 2-ൽ എനിക്ക് ഇടാൻ ഏത് ലെറ്റർ മാത്രമേ ബാക്കിയുള്ളൂ? L1 മാത്രമല്ലേ ബാക്കിയുള്ളൂ. അതായത് ഇവിടെ L1 ആണ് വരിക. അതായത് ഈ ഒരു കേസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഒരു ലെറ്റർ ഇൻകറക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ വേറൊരു ലെറ്ററും കൂടി ഇൻകറക്റ്റ് ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ടെന്നല്ല, ഡെഫിനറ്റ്ലി എന്തായാലും ഇൻകറക്റ്റ് ആയിട്ട് പോകും അല്ലേ? അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കണം. there are only 6 ways in which only 2 letters can go into correct envelope. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 2 ലെറ്റർ എങ്ങനെ കറക്റ്റ് എൻവലപ്പിൽ പോകും? അതായത് ടോട്ടൽ നമുക്ക് 4 ലെറ്റർ ആണുള്ളത്. ഈ 4 ലെറ്ററിൽ 2 എണ്ണം കറക്റ്റ് പോകാൻ വേണ്ടിയിട്ടുള്ള കോമ്പിനേഷൻ ഏതൊക്കെയാണ്? 4C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 × 3 ഡിവൈഡഡ് ബൈ 1 × 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എക്സാം വന്ന് ഇങ്ങനെയൊക്കെ ചിന്തിച്ചെന്ന് വരില്ല. അപ്പൊ എങ്ങനെയാണ്? L1-ഉം L2-ഉം കറക്റ്റ് ആയിട്ട് പോകാം അല്ലെ? L1-ഉം L3-യും കറക്റ്റ് ആയിട്ട് പോകാം. L1-ഉം L4-ഉം കറക്റ്റ് ആയിട്ട് വരാം അല്ലെ? 3 കണ്ടീഷൻ കിട്ടി. അതുപോലെ തന്നെ L2-ഉം L3-യും കറക്റ്റ് ആയിട്ട് പോകാം. L2-ഉം L4-ഉം കറക്റ്റ് ആയിട്ട് പോകാം. അല്ലെങ്കിൽ അടുത്തത് L3-യും L4-ഉം കറക്റ്റ് ആയിട്ട് പോകാം. ടോട്ടൽ നമുക്ക് എത്ര കേസ് ഉണ്ട്? 6 കേസ് കറക്റ്റ് ആയിട്ട് പോകുന്നത് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ റിമൈൻഡർ? ഓക്കെ, റിമൈൻഡറിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താ, ഏതൊക്കെയാണ് നമ്പേഴ്സ് തന്നിരിക്കുന്നത്? 85, 87, 89, 91, 95 ആൻഡ് 96. ഇതിന് നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, ഡിവിസിബിലിറ്റി അല്ലെങ്കിൽ റിമൈൻഡറിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എപ്പോഴും 1 or 2 ക്വസ്റ്റ്യൻ എപ്പോഴും CSAT-ന്റെ പേപ്പറിൽ കാണാറുണ്ട് അല്ലെ? ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? ഇത് നമുക്ക് കുറച്ച് എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താ, ഇവിടെ 85 എന്ന് പറഞ്ഞാൽ എന്താ, 17 × 5 ആണ് അല്ലെ? അതുപോലെ ഇവിടെ 95 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19 × 5 ആണ്.
അതുപോലെ 96 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 into 4 ആണ് അല്ലെ. 96 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 into 4 ആണ്. ഇവരെ 3 പേര് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് ആൻസർ? 100 അല്ലേ. അതായത് 5 into 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ആണ് ആൻസർ. അതിനർത്ഥം ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 100 ആണ്. അപ്പൊ ആ ഒരു നമ്പറിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ? ഡെഫിനറ്റ്ലി 0 ആയിരിക്കും. ഓക്കെ, ഒരുപാട് ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് എളുപ്പം ആൻസർ കിട്ടും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ചോദിക്കാം കേട്ടോ. മൈക്ക് ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താലും മതി. ഓക്കെ, ഇനി അടുത്താണ് യൂണിറ്റ് ഡിജിറ്റ്. ഈ യൂണിറ്റ് ഡിജിറ്റിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഏത് ഏരിയ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എത്ര വലിയ നമ്പർ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ഭാഗം നമുക്ക് ആവശ്യമില്ല. യൂണിറ്റ് ഡിജിറ്റ്, അതായത് യൂണിറ്റ് പ്ലേസ് ചെയ്യുന്ന നമ്പറിനെ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തായിട്ട് മാറും? 2 raised to 9 into 7 into 5 into 3 into 1 അല്ലേ. അപ്പോ 2ന്റെ ഈ പവർ തന്നിട്ട് ലാസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ സൈക്ലിസിറ്റി എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. 2ന്റെ സൈക്ലിസിറ്റി എത്രയായിരുന്നു? 4 ആയിരുന്നു. 4th ഒന്നുകൂടി പറയണോ? ഓക്കെ, ഇത് പറഞ്ഞിട്ട് പറയാമേ. അതായത് 9 into 7 into 5 into 3 into 1, 2ന്റെ പവർ. ഓക്കെ, ഇത്രയും വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 2ന്റെ സൈക്ലിസിറ്റി നിങ്ങൾക്ക് ഇനി ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഇരുന്നിട്ട് നോക്കാം. 2 raised to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. 2 raised to 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. 2 raised to 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 അല്ലേ. 2 raised to 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16. 2 raised to 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32. അതായത് 2 മുതൽ 6 വരെ കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് 2ലാണ്. ഇനി ഒന്നുകൂടി നോക്കാം. 2 raised to 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64 ആണ്. അതായത് വീണ്ടും അഗെയിൻ 4 വരുന്നു അല്ലെ. അതായത് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് 4 എണ്ണം കൂടുമ്പോൾ ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, എന്നിട്ട് റിമൈൻഡർ കണ്ടുപിടിക്കണം. ആ റിമൈൻഡർ ആയിരിക്കും ഇനി നമ്മളെ 2ന്റെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ 9 into 7 into 5 into 3 into 1. അപ്പൊ ചില ആൾക്കാർക്ക് തോന്നും ഇതെല്ലാം മുഴുവൻ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് റിമൈൻഡർ കണ്ടുപിടിച്ചാൽ പോരെ. ചെയ്യരുത്, ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അതിന് നമുക്ക് എന്ത് ചെയ്യാം? റിമൈൻഡർ തിയറത്തിന്റെ കോൺസെപ്റ്റ് യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? റിമൈൻഡർ 1 വരും. 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 വരും. അതുപോലെ തന്നെ 7നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 ആയിരിക്കും നമ്മുടെ റിമൈൻഡർ എന്ന് പറയുന്നത്. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ൽ നിന്ന് 1 കുറവാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? -1 എന്ന് എടുക്കുകയാണ്. ഓക്കെ, അതുപോലെ 5നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആയിരിക്കും. 3നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4ൽ നിന്ന് 1 കുറവാണ്. അതുകൊണ്ട് നമ്മൾ -1 എന്ന് എടുക്കുകയാണ്. ഇവിടെ 1നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 തന്നെയായിരിക്കും. എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലോ 1 into -1 into 1 into -1 into 1 എന്ന് വരും. അതായത് മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ആയിരിക്കും. ഓക്കെ, പ്ലസ് ആയിരിക്കും. നമുക്ക് അവസാനം വരുന്ന റിമൈൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആയിരിക്കും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട്, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിട്ട് മാറി? 2 raised to 9 into 7 into 5 into 3 into 1 എന്നുള്ളത് 2 raised to 1 എന്നായിട്ട് മാറി. അപ്പൊ 2 raised to 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തന്നെയാണ്. നമ്മൾ ഇവിടെ നോക്കിയേ. ഇനി ചില കേസിൽ നിങ്ങൾക്ക് എന്ത് വരും? റിമൈൻഡർ 0 എന്ന് വരും. 0 എന്ന് വന്നു കഴിഞ്ഞാൽ പലർക്കും ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അതായത് 2 raised to 0 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായിട്ട് എടുക്കണം? 2 raised to 4ന് ഈക്വൽ ആയിട്ട് എടുക്കണം. ഓക്കെ, ചിലപ്പോൾ 3ന്റെ കേസിൽ വന്നു കഴിഞ്ഞാലും ഇതുപോലെ റിമൈൻഡർ 0 വരും. റിമൈൻഡർ 0 വരുമ്പോൾ 4ന് ഈക്വലന്റ് ആയിട്ട് എടുക്കണം. ഈ കാര്യം മറന്നു പോകാതിരിക്കുക കേട്ടോ. എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ കൂടിയാണത്, അതുകൊണ്ടാണത് പറഞ്ഞത്. ഇനി ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ 4ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? 4ാമത്തെ ക്വസ്റ്റ്യനിൽ ഇവിടെ എന്താണ് നോക്കി? ഈ നമ്പർ എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു മൾട്ടിപ്പിൾ ഓഫ് 100 കിട്ടും. കാരണം എന്താ? ഇവിടെ ഒരു 5 ഉണ്ട് അല്ലെ, ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 4 ഉണ്ട്.
ഈ 5 into 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 അല്ലേ? അപ്പോൾ ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് 100ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 100ന്റെ മൾട്ടിപ്പിളിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ ഡെഫിനറ്റ്ലി എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് കേട്ടോ ഉദ്ദേശിച്ചത് ഇവിടെ. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ, അഡീഷന്റെ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇതിൽ തന്നിരിക്കുന്നത് ABC and DEF are both 3-digit numbers such that ABCDEF are distinct non-zero digit. അതായത് എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള ഡിജിറ്റ് ആണെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പോ ഇതിന്റെ അകത്ത് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ABC പ്ലസ് DEF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1111 ആണ് അല്ലെ? അപ്പോ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? A പ്ലസ് B പ്ലസ് C പ്ലസ് D പ്ലസ് E പ്ലസ് F ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നമുക്ക് റാൻഡം ആയിട്ട് ABCDക്ക് വാല്യൂ കൊടുത്തു നോക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 111 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 1 എന്ന് കിട്ടണമെങ്കിൽ എന്തായിരിക്കും? രണ്ട് നമ്പർ കൂട്ടുമ്പോൾ നമുക്ക് 11 കിട്ടണം. അപ്പോൾ 11 കിട്ടുന്ന ഏതെങ്കിലുമൊക്കെ നമ്പർ എടുക്കാം. അതായത് ഞാൻ ആദ്യം എടുക്കുന്നത് 9ഉം 2 ആണ്. 9ഉം 2ഉം കൂട്ടിക്കഴിഞ്ഞാൽ 11 വരും. 11ൽ നമ്മൾ കൂട്ടുമ്പോൾ ഇവിടെ ബാക്കി ഒരെണ്ണം 1 ഇവിടെ എഴുതില്ലേ? അപ്പൊ ഇനി അടുത്തതും വരുന്നത് എന്താണ്? ആഡ് ചെയ്യുമ്പോൾ 11 ആണ് അല്ലെ? ലാസ്റ്റ് ഇവിടെ ഒരു 1 ആണ് വരുന്നത്. ആ 11 കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ രണ്ട് നമ്പറും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടേണ്ടത് 10 ആണ് അല്ലെ? 10 കിട്ടുന്ന ഞാൻ രണ്ട് നമ്പേഴ്സ് എഴുതാണ്, 7ഉം 3ഉം. അപ്പൊ 10 കിട്ടി. ബാക്കി ഇവിടെ 1 ഉണ്ട്. ഇനിയും നമുക്ക് ബാക്കിയുള്ളത് എന്താണ്? 11 ആണ്. കൂട്ടുമ്പോൾ 10 കിട്ടണം. പ്ലസ് ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 11 ആകും അല്ലെ? അപ്പൊ അങ്ങനെ ഒരു നമ്പറും കൂടി ഞാൻ എഴുതുകയാണ്, 6ഉം 4ഉം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? 6 പ്ലസ് 7 പ്ലസ് 9 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 31 കിട്ടും. ഓക്കെ, ഒന്നുകിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ അറിയുന്ന കാര്യമല്ലേ? എങ്ങനെയാണ് നമ്മൾ 3 നമ്പർ ആഡ് ചെയ്യുന്നത്? ABC അതുപോലെ തന്നെ DEF. ഇത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 111. അതായത് സിയും എഫും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 11 എന്ന് കിട്ടും അല്ലെ? അങ്ങനെയല്ലേ ഇവിടെ തന്നിരിക്കുന്ന സിയും എഫും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 11 കിട്ടും അല്ലെ? അപ്പോൾ 1 ക്യാരിയിങ് ആണ്. ബാക്കി എന്തുണ്ട്? ബിയും ഇയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 10 ആയിരിക്കും കിട്ടുക അല്ലെ? അപ്പൊ B പ്ലസ് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. അതുപോലെ തന്നെ A പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് തന്നെയാണ്? 10 ആണ് അല്ലെ? നമ്മൾ നേരത്തെ നോക്കി. അപ്പൊ നമുക്ക് ഈ ഒരു ജനറൽ കണ്ടീഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് ഇതിൽ നിന്ന് നമുക്ക് എഴുതിക്കൂടെ? ഇവരെ 3 പേരെയും നമുക്ക് ആഡ് ചെയ്തൂടെ? ഇവരെ 3 പേരെയും ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? A പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇ പ്ലസ് എഫ് എന്ന് കിട്ടില്ലേ? അപ്പൊ ഇത് 3ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? 10 പ്ലസ് 11 എന്നല്ലേ? അതായത് 31 എന്ന് കിട്ടും. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് റാൻഡം ആയിട്ട് ഓരോ നമ്പേഴ്സ് ഇട്ട് കൊടുത്തിട്ടും ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ജനറൽ ഫോമിൽ ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടി എളുപ്പം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? D is a 3-digit number. ഒരു 3-digit നമ്പർ ആണ്. Such that the ratio of the number to the sum of its digits is least. അതായത് ഒരു നമ്പർ, ഏതെങ്കിലും ഒരു നമ്പർ, അപ്പൊ ഞാൻ ഒരു 525 ഒരു നമ്പർ, ആ നമ്പറിനെ ഈ ഡിജിറ്റ് എല്ലാം തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് 12. ഇത് എന്തായിരിക്കണം? ലീസ്റ്റ് ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് രണ്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലീസ്റ്റ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ന്യൂമറേറ്റർ ചെറുതായിരിക്കണം, ഡിനോമിനേറ്റർ വലുതായിരിക്കണം അല്ലെ? അതായത് ഈ ഭാഗം
ലീസ്റ്റ് ആയിരിക്കണം അല്ലേ? അതുപോലെ തന്നെ ഈ ഭാഗം എന്തായിരിക്കണം? മാക്സിമം ആയിരിക്കണം. അപ്പൊ മാക്സിമം ആകാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 999 ആണ്. പക്ഷെ 999 എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ന്യൂമറേറ്ററിൽ എന്താകും? വലിയൊരു നമ്പർ വരും. അപ്പൊ അത് പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഏറ്റവും ചെറിയ നമ്പർ കിട്ടണമെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് 199 ആണ്. 199നെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? 19 ആയിരിക്കും. 19 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു എന്ത് കിട്ടും? 19ൽ 10 ടൈംസ് പോകും, പോയിന്റ് സംതിങ്, ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 10.5 എന്നൊക്കെ കിട്ടും. എക്സാക്ട്ലി അല്ല, അപ്രോക്സിമേറ്റ്ലി ഒരു 10.5 കിട്ടും. അപ്പോൾ ഇതായിരിക്കും ലീസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതായിരിക്കും അപ്പൊ ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡിജിറ്റ് അറ്റ് ദ ഹൺഡ്രഡ്സ് പ്ലേസ് ആൻഡ് ഡിജിറ്റ് അറ്റ് ദ യൂണിറ്റ് പ്ലേസ്? അതായത് 100 പ്ലേസിലുള്ളത് ആരാണ്? 9 ആണ്. അതുപോലെ തന്നെ യൂണിറ്റ് പ്ലേസിലുള്ളത് 0 ആണ്, അല്ല 1 ആണ്. അതായത് 9 മൈനസ് 1 ഈക്വൽ ടു 8. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സി ആയിരിക്കും. 8 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, നമുക്ക് ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കും. വൈ 199 എന്നാണോ? അതായത് നമുക്ക് എന്തായിരിക്കണം? ആദ്യത്തെ ഡിജിറ്റ് എന്തായാലും 1 ആയിരിക്കണം. കാരണം എന്താ? ന്യൂമറേറ്റർ 0 അതായത് ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ചെറുതായിരിക്കണം അല്ലെ? ന്യൂമറേറ്റർ ചെറുതുമായിരിക്കണം, അതുപോലെ ഡിന്യൂമറേറ്റർ വലുതുമായിരിക്കണം. ഡിന്യൂമറേറ്റർ വലുതാവണമെങ്കിൽ 9 എന്തായാലും നമുക്ക് യൂസ് ചെയ്യണം. ന്യൂമറേറ്റർ ചെറുതാവണമെങ്കിൽ 1ഉം വേണം. ഓക്കെ, അല്ലാത്ത ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇത്രയും ചെറുത് കിട്ടാൻ ചാൻസ് ഇല്ല. ഇനി 2 ഒക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി വലിയ റേഷ്യോ ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് റേഷ്യോ ലീസ്റ്റ് ആവുകയാണ് വേണ്ടത്. ഓക്കെ, അടുത്ത വന്നിരിക്കുന്നത് 3 of the 5 positive integers p, q, r, s, t are even and 2 of them are odd, not necessarily in same order എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഈ 2 സ്റ്റേറ്റ്മെന്റിൽ നമുക്കിത് എങ്ങനെ കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നിനും ഏതെങ്കിലുമൊക്കെ നമ്പർ എടുക്കുക, ഏതെങ്കിലും ഈവണും ഓഡും നമ്പർ അസൈൻ ചെയ്തിട്ട് ചെയ്തു നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമുക്ക് ജനറൽ ഫോമിൽ ചെയ്തു നോക്കാം. ഈവണിന് നമ്മൾ ഇ എന്നെടുക്കുന്നു, ഓഡിന് നമ്മൾ ഒ എന്നെടുക്കുകയാണ്. അതായത് നിങ്ങൾക്ക് അറിയാം, 2 ഈവൺ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഈവൺ നമ്പർ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ 2 ഓഡ് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഓഡ് നമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ ഈവണും ഓഡും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 2 ഓഡ് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഈവൺ നമ്പർ ആയിരിക്കും. ഈവണും ഓഡും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഓഡ് നമ്പർ ആയിരിക്കും അല്ലെ? അതുപോലെ തന്നെ ഈവണിൽ നിന്നും ഈവൺ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തായിരിക്കും? ഒരു ഈവൺ നമ്പർ ആയിരിക്കും. ഈവണിൽ നിന്നും ഓഡ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു ഓഡ് നമ്പർ ആയിരിക്കും. അതുപോലെ ഓഡിൽ നിന്നും ഒരു ഓഡ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഈവൺ നമ്പർ ആയിരിക്കും. ഇത്രയും കാര്യം ജനറലി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഈ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ചെയ്യാലോ. അതായത് നമ്പേഴ്സ് ഒക്കെ ചെയ്ത് ആഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല നമുക്കിവിടെ. നമുക്ക് ഈവൺ ആണോ ഓടെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ട? ആഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇവിടെ ഡെഫിനിറ്റ്ലി എന്നൊക്കെ കാണുമ്പോൾ എല്ലാവരും എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്, തെറ്റാണെന്നൊക്കെ വിചാരിച്ചിട്ട് അത് തെറ്റായിട്ട് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ള കാര്യം നോക്കാം. ഞാനപ്പോ ഈ എഴുതിയ കണ്ടീഷൻസ് ഒക്കെ ഇറേസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓക്കെ, അപ്പൊ നമ്മളിത് ചെയ്തു നോക്കാണ്.
നമുക്കപ്പം 3 കണ്ടീഷൻസ് ചെയ്ത് നോക്കണം. എങ്ങനെയാണ്? പി ക്യു ആർ ഇത് 3ഉം ഈവൺ ആണെന്ന് ഞാൻ എടുത്തു. അതിനുശേഷം 2 ഓടാണെന്ന് എടുത്തു. എസും ടിയും ഓടാണെന്ന് എടുത്തു. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഓടുന്ന് ഓട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു ഈവൺ നമ്പർ ആയിരിക്കില്ലേ? 3 ഈവൺ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഈവൺ നമ്പർ ആയിരിക്കില്ലേ? ഈവൺ ഈവൺ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഡെഫിനറ്റ്ലി ഒരു ഈവൺ നമ്പർ ആയിരിക്കും അല്ലെ? ഇനി ഞാൻ അടുത്ത കണ്ടീഷൻ, ഈ പ്ലസ് വരുന്ന ഭാഗത്തുള്ള 2 എണ്ണം ഈവണും ഒരെണ്ണം ഓടും ആയിട്ട് എടുക്കുകയാണ്. അതായത് ആദ്യത്തെ 2 എണ്ണം ഈവണും പിന്നെ വരുന്നത് ഓടും. ഇനി അടുത്തതോ? അടുത്തതിൽ ഒരെണ്ണം ഈവണും ഒരെണ്ണം ഓടും ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ ഇത് നോക്കിയേ, 2 എണ്ണം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൺ കിട്ടും. ഇതിന്റെ കൂടെ ഒരു ഓഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താകും? ഓഡ് നമ്പർ ആകും. ഇവിടെ അതുപോലെ തന്നെ എന്താവും? ഈവണെന്ന് ഓട് പോയി കഴിഞ്ഞാൽ ഒരു ഓഡ് നമ്പർ ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഓടുന്ന് ഓട് പോയി കഴിഞ്ഞാൽ ഈവൺ ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓടുന്ന് ഓട് പോയി കഴിഞ്ഞാൽ ഈവൺ ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 2 നമ്പർ എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ മതി. 3യിൽ നിന്നും 1 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് 2 ആണ്. അതായത് ഈവൺ ആണ് അല്ലെ? ഇനി അടുത്ത കേസ് കൂടി നോക്കാം. അതായത് ആദ്യത്തെ ഭാഗത്ത് 2 എണ്ണം ഓഡ് എടുക്കുന്നു, ഒരെണ്ണം ഈവൺ എടുക്കുന്നു അല്ലെ? 2 ഓഡ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ആദ്യത്തെ ഒരെണ്ണം ഈവൺ, പിന്നെ 2 ഓഡ്, മൈനസ് ബാക്കി എന്താണ്? 2 ഈവൺ നമ്പർ ആണുള്ളത് അല്ലെ? അപ്പൊ 2 ഓഡ് നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൺ ആയിരിക്കും. ഈവൺ പ്ലസ് ഈവൺ ഈവൺ ആയിരിക്കും. ഇവിടെയും ഡെഫിനറ്റ്ലി ഒരു ഈവൺ ആയിരിക്കും. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായാലും ഈവൺ ആയിരിക്കും. അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ തെറ്റാനുള്ള ഒരു ചാൻസ് നമുക്ക് കാണുന്നില്ല. അതായത് ഡെഫിനറ്റ്ലി ഈവൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ്, കറക്റ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഇനി അടുത്തത് തെറ്റാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അതായത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റിക്കാൻ നമുക്കൊരു കണ്ടീഷൻ കിട്ടിയിട്ടില്ല. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാൻ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടോ എന്ന് നോക്കണം. അതായത് ഞാൻ 2 എന്ന് വരുന്ന നമ്പേഴ്സിനെ എല്ലാം ഓഡ് നമ്പർ കൊടുക്കുകയാണ്. അതായത് പിക്ക് ഞാനിവിടെ ഓടെന്ന് കൊടുക്കുകയാണ്, അതുപോലെ 6ഉം ഓടെന്ന് കൊടുക്കുകയാണ്, ബാക്കി 3ഉം ഈവൺ ആയിട്ട് എടുക്കുകയാണ് ഞാൻ. അപ്പോൾ 2 ഇൻറ്റു ഓഡ് പ്ലസ് ഈവൺ പ്ലസ് 2 ഇൻറ്റു ഓഡ് മൈനസ് 2 ഇൻറ്റു ഈവൺ പ്ലസ് ഈവൺ. ഇതാണല്ലോ നമ്മുടെ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ 2 ഇൻറ്റു ഈവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2 ഇൻറ്റു ഓഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 2 പ്രാവശ്യം ഓഡ് നമ്പറിനെ ആഡ് ചെയ്യാന്നല്ലേ അല്ലേ? അതായത് 2നെ ഒരു ഈവൺ നമ്പറിനെ ഓഡ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഒരു ഈവൺ നമ്പർ ആയിരിക്കും അല്ലെ? 2നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 ആയിരിക്കും. അല്ലെങ്കിൽ 2 കൊണ്ട് 3നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 6 ആയിരിക്കും. അതായത് ഡെഫിനറ്റ്ലി അതൊരു ഈവൺ നമ്പർ ആയിരിക്കും. ഇത് ഈവൺ ആണ്. അതുപോലെ തന്നെ ഇത് ഈവൺ ആണ്, നമുക്കറിയാം. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് 2നെ ഓഡ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, അതും ഒരു ഈവൺ ആണ്. ഇവിടെയും ഈവൺ ആണുള്ളത്. 2 ഇൻറ്റു ഈവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൺ തന്നെ ആയിരിക്കും, പിന്നെ ഒരു ഈവൺ ആണ്. എല്ലാം ഈവൺ ആയ സ്ഥിതിക്ക് ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഈവൺ ആണ് കിട്ടുന്നത്. പക്ഷെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡെഫിനറ്റ്ലി ഓഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും? ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കും. കാരണം അത് തെറ്റുന്ന ഒരു കണ്ടീഷൻ നമുക്ക് കിട്ടി. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 1 ഓൺലി ആയിരിക്കും. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഈവണും ഓഡും എടുത്ത് ചെയ്യുന്ന ജനറൽ കണ്ടീഷൻസ് ഓർത്തിരിക്കുക. കാരണം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്താവണം? നിങ്ങൾ നമ്പേഴ്സ് ഈവണും ഓഡിനും ഓരോ എക്സാമ്പിൾസ് കൊടുത്തിട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. നിങ്ങളുടെ സമയം നഷ്ടപ്പെടും. ഇതുപോലെ ജനറൽ കണ്ടീഷൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം ഈ ക്വസ്റ്റ്യൻ ചെയ്തു പോകാൻ വേണ്ടി പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതും നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം. നമ്മൾ ഇപ്പൊ എടുത്ത ആ ഒരു കണ്ടീഷൻ പോലെ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ ഓക്കെ, ഇതിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പം എക്സാമ്പിൾസ് എടുത്ത് ചെയ്യുന്ന തന്നെയായിരിക്കും. ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണ്? കൺസിഡർ ഫോളോയിങ് ഇൻ റെസ്പെക്ട് ഓഫ് പ്രൈം നമ്പേഴ്സ് പി. പി എന്ന് പറയുന്ന പ്രൈം നമ്പറും സി എന്ന് പറയുന്ന കോമ്പോസിറ്റ് നമ്പറും. ഓക്കെ, നേരത്തെ പോലെ ഡെഫിനറ്റ്ലി എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ക്യാൻ ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ശരിയായി കഴിഞ്ഞാൽ
ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയായിരിക്കും. അതുപോലെ തന്നെ ഇവിടെയും ശരിയാകാം. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ശരിയായി കഴിഞ്ഞാൽ അല്ലെ എല്ലായിടത്തും ക്യാൻ ബി എന്നാണ് പറയുന്നത്. അതായത് ഇത് മൂന്നും ശരിയാകാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അപ്പൊ ഇത് ശരിയാകാനുള്ള എന്തെങ്കിലും ഒരു കണ്ടീഷൻ നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രം മതി. അതായത് ഇപ്പൊ ഞാൻ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൈം നമ്പർ, അതിന് ഞാൻ 2 എന്ന് കൊടുക്കുന്നു. 2 ഒരു പ്രൈം നമ്പർ ആണല്ലോ അല്ലെ. ഇനി കോമ്പോസിറ്റ് നമ്പർ ആയിട്ട് സി ഞാൻ 6 ആയിട്ട് എടുക്കുന്നു. അതായത് പി പ്ലസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആയിരിക്കും. പി മൈനസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4 ആയിരിക്കും. നമുക്ക് കിട്ടുന്ന ആൻസർ -2 ആയിരിക്കും. ക്യാൻ ബി ഈവൺ, -2 ഒരു ഈവൺ ആണ് അല്ലെ. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി 2 + p ക്യാൻ ബി ഓഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ പിക്ക് അഗെയിൻ 2 തന്നെ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ പിക്ക് ഞാൻ 3 കൊടുക്കുകയാണ്, സിക്ക് ഞാൻ 9 കൊടുക്കുകയാണ്. സോറി, പിക്ക് 2 തന്നെ കൊടുക്കുന്നു, സിക്ക് 9 കൊടുക്കുന്നു. അപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പോണു? 2 × p. 2 × p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2 × p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 കിട്ടും. സി എന്ന് പറഞ്ഞാൽ 9 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 13 കിട്ടും. ഒരു ഓഡ് നമ്പർ ആണ്, അതും ശരിയാണ്. ഇനി അടുത്ത p × c ക്യാൻ ബി ഓഡ്. അതായത് രണ്ട് ഓഡ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അതായത് ഏതെങ്കിലും ഒരു ഓഡ് പ്രൈം നമ്പർ എടുക്കുക, ഒരു ഓഡ് കോമ്പോസിറ്റ് നമ്പർ എടുക്കുക. അതായത് p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 3 എന്ന് കൊടുക്കുന്നു, c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 എന്ന് കൊടുക്കുന്നു. 3 × 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27, ഒരു ഓഡ് നമ്പർ ആണ്. അപ്പൊ അതും ശരിയാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഡി ആയിരിക്കും. അപ്പൊ ഇതുവരെ നമ്മൾ ചെയ്തതിൽ ഒരു ക്വസ്റ്റ്യൻ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന, ടൈം കൺസ്യൂമിങ് അല്ലാത്ത എല്ലാം, ചെയ്തതെല്ലാം എളുപ്പം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റും, ഒരുപാട് ടൈം കൺസ്യൂമിങ് അല്ല അല്ലെ. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്യുക. നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യന്റെ പിറകെ പോകാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് റിവാർഡായിട്ട് കിട്ടുന്നത് സെയിം മാർക്കാണ്, 2.5 മാർക്കാണ്. അതായത് വലിയ ക്വസ്റ്റ്യന് മാർക്ക് അധികം കിട്ടാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് വലിയ ക്വസ്റ്റ്യൻ, ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യന്റെ മുകളിൽ ഒരുപാട് ഇരിക്കാതെ നോക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എ 3-digit number ABC. A 3-digit number ABC on multiplication with D gives 37 DD, where A, B, C, D are different non-zero digit. What is the value of A plus B plus C എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ABC എന്ന നമ്പറിനെ D കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ABC എന്ന നമ്പറിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? D കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ DD 73. അതായത് 37 DD എന്ന നമ്പറിനെ D കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ABC ആയിരിക്കും കിട്ടുക അല്ലെ. ഈ ഒരു ഐഡിയ മാത്രം ഉണ്ടായാൽ മതി. ഇനി ഞാൻ വെറുതെ വിചാരിക്കുകയാണ് D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണെന്ന് ഞാൻ ജസ്റ്റ് എടുത്തു. അപ്പോൾ 3711 വരും. അതിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് 3711 തന്നെയാണ് അല്ലെ. നമുക്ക് ആവശ്യം ഒരു 3-digit നമ്പർ ആണ്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു 4-digit നമ്പർ ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ എടുത്ത 1 എന്ന് പറഞ്ഞ ഓപ്ഷൻ കറക്റ്റ് അല്ല. നമുക്ക് എന്ത് ചെയ്യാം? ഡിക്ക് 2 എന്ന് എടുക്കാം. അപ്പോഴും നമുക്ക് 3722 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ 1861 എന്ന് വരും. അതും ഒരു 4-digit ആണ്. ഡിക്ക് നമ്മൾ 3 എടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് ഒരു 4-digit നമ്പർ ആയിരിക്കും. ഇനി നമുക്ക് ഡിക്ക് 4 എന്ന് എടുത്തു നോക്കാം. ഡിക്ക് 4 എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? 3744 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 936 എന്ന് കിട്ടും. അതായത് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4. ഓക്കെ, അപ്പൊ നമുക്ക് എയും ബിയും സിയും ഡിയും കിട്ടി. എല്ലാം ഡിസ്റ്റിങ്ക്റ്റും ആണ് അല്ലെ, നോൺ സീറോ ഡിജിറ്റ് ആണ്, ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇനി എന്താണ് വേണ്ടത്? ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എയും ബിയും സിയുടെയും സമ്മ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് 9 + 3 + 6 എത്രയാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 18 ആണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എ ആണ് ഇവിടെ. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്.
ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാം ഹോളിൽ പലരെയും കുഴക്കിയിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ആ ഒരു സമയത്ത്. XYZ എന്ന് പറയുന്ന ഡിജിറ്റ്സ് വെച്ചിട്ട് ഒരു 6 ഡിജിറ്റ് നമ്പർ ഫോം ചെയ്യാണ്. എന്താണ്? XYZ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമ്മൾ 13ന്റെ ഒക്കെ ഡിവിസിബിലിറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഒരു 6 ഡിജിറ്റ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ABCDEF എന്ന് പറഞ്ഞൊരു 6 ഡിജിറ്റ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ പകുതിക്ക് വെച്ച് വെട്ടും. എന്നിട്ട് ABCയിൽ നിന്നും DEF ഡിവൈഡ് ചെയ്യും. DEF ഡിവൈഡ് ചെയ്യില്ല, സബ്ട്രാക്ട് ചെയ്യും. സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒന്നിക്കിൽ ഈ കിട്ടുന്ന നമ്പറിനെ മൾട്ടിപ്പിൾ ഓഫ് 13 അല്ലെങ്കിൽ 0 ആയി കഴിഞ്ഞാൽ ഈ നമ്പർ ഡിവിസിബിൾ ബൈ 13 ആയിരിക്കും. ഈ ഒരു രീതി തന്നെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലും യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് XYZന്റെ അകത്തുനിന്ന് XYZ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ അതിൽ എന്തായാലും 13 ഡിവിസിബിൾ ആകും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഈ ഒരു കണ്ടീഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ 7ഉം 13ഉം 11ഉം എല്ലാം ഈ ഒരു ടൈപ്പ് നമ്പറിൽ, അതായത് റിപ്പീറ്റ് ചെയ്യുന്ന XYZ എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്ന നമ്പറിൽ ഡിവിസിബിൾ ആയിരിക്കും. ഈ ഒരു കാര്യം ഓർത്തിരുന്നാൽ നല്ലത്. ഇനി അല്ല, വേറൊരു രീതിയിൽ കൂടി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. എങ്ങനെയാണ്? ഒരു നമ്പറിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? അതായത് 123 എന്ന് പറയുന്ന ഒരു നമ്പർ, 123 എന്ന് പറയുന്ന നമ്പർ, അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? 1 × 100 പ്ലസ് 2 × 10 പ്ലസ് 3 × 1 അല്ലെ? ഈ ഒരു രീതിയിൽ നമുക്ക് നമ്പറിനെ എഴുതാലോ. അതുപോലെ തന്നെ നമ്മൾ XYZ എന്ന നമ്പറിനെ നമുക്ക് മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. അതായത് XYZനെ നമുക്ക് എന്തായിട്ട് എഴുതാം? ഇവിടെ 1 lakh X പ്ലസ് 10,000 Y പ്ലസ് 1000 Z പ്ലസ് 100X പ്ലസ് 10Y പ്ലസ് Z. ഈ ഒരു രീതിയിൽ നമുക്ക് മാറ്റി എഴുതാം. ഇനി നിങ്ങൾ ഈ 3 ടീമിനെയും നോക്കിയേ. ഇതിനകത്ത് ആര് കോമൺ ആയിട്ടുണ്ട്? 1000 കോമൺ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ 1000നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇത് എന്തായിട്ട് മാറും? 1000 × 100X പ്ലസ് 10Y പ്ലസ് Z. അതുപോലെ ഇവിടെ ആരുണ്ട്? 100X പ്ലസ് 10Y പ്ലസ് Z ഉണ്ടല്ലേ? ഇനി ഇതിൽ ഇവർ രണ്ടുപേരും കോമൺ അല്ലേ? അവർ രണ്ടുപേരും ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പൊ ബാക്കി ആരുണ്ടാകും? 1000. ഇവിടെ 1000 ഉണ്ട്, ഇവിടെ 1 ഉണ്ടാകും അല്ലെ? അതായത് 1 × എന്നല്ലേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ 1000 പ്ലസ് 1, 1001 ഇൻറ്റു ആരുണ്ടാകും? ഇവിടെ 100X പ്ലസ് 10Y പ്ലസ് Z. ഈ 100X പ്ലസ് 10Y പ്ലസ് Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XYZ തന്നെയല്ലേ? അതായത് ഇതിനെ നമുക്ക് മാറ്റി എങ്ങനെ എഴുതാം? 1001 × XYZ എന്ന് എഴുതാം. ഈ 1001 എന്ന് പറഞ്ഞാൽ എന്താണ്? 7 × 11 × 13 ആണ്. അപ്പൊ ഈ ഒരു രീതിയിലും നമുക്ക് ഈ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഇങ്ങനെ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അപ്പോ ഈ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ, അതായത് XYZ എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ 7ഉം 11ഉം 13ഉം കൊണ്ട് മൾട്ടിപ്പിൾ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനിയുള്ളതാണ് ക്യൂബിന്റെ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ക്യൂബിന്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ക്യൂബിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്യൂബിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. അതായത് ഇവിടെ തന്നിരിക്കുന്ന എന്താണ്? 125 identical cubes are arranged in the form of a cubical block. ഒരു ക്യൂബിക്കൽ ബ്ലോക്ക് ആയിട്ട് ഈ 125 ക്യൂബ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ 125 ക്യൂബ്സിനെ ചെറിയ ചെറിയ ക്യൂബ്സിനെ ഒരു ക്യൂബിക്കൽ ബ്ലോക്ക് ആയിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും? അതായത് 125 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ക്യൂബ് അല്ലേ? അപ്പൊ 5ന്റെ
5 ക്യൂബ്സ് ഒരു സൈഡിൽ വെച്ചിട്ടുള്ള ഒരു ക്യൂബിക്കൽ ബ്ലോക്ക് ആയിരിക്കും ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അല്ലെ. അത് ഞാൻ ജസ്റ്റ് ഒരു ക്യൂബ് വരക്കാം. ഓക്കെ, ഇതിൽ എന്തുണ്ടാകും? 5 ക്യൂബ്സ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാകും. അഞ്ച് ക്യൂബ്സ് ഇതുപോലെ അടുക്കി വെച്ചിട്ടുണ്ടാകും. ഇങ്ങനെയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇങ്ങോട്ടും ഉണ്ടാകും. അപ്പൊ ഞാനത് വരച്ച് കാണിക്കുന്നില്ല. ഇതുപോലെ ഉണ്ടാകും. ഇവിടെ ഇങ്ങനെ ക്യൂബ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യം പറയാം. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹൗ മെനി ക്യൂബ്സ് ആർ സറൗണ്ടഡ് ബൈ അതർ ക്യൂബ്സ് ഓൺ ഈച്ച് സൈഡ്. അതായത് ഈ പുറത്തു കാണുന്ന ക്യൂബ്സിനെ എല്ലാം എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അകത്ത് എത്ര ക്യൂബ്സ് ഉണ്ടാകും എന്നാണ് ചോദിക്കുന്നത്. അതായത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. ഞാൻ ആദ്യം റിമൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ടോപ്പ് ലെയർ ആണ്. ഈ ടോപ്പ് ലെയർ റിമൂവ് ചെയ്തു. ഓക്കെ, ഇനി അതിന്റെ അടിയിലുള്ള ക്യൂബ്സ്, ഇതിന്റെ തൊട്ട് താഴെ വരുന്ന ക്യൂബ്സ് എന്തായിരിക്കും? ബാക്കിയുള്ള ക്യൂബിനാൽ സറൗണ്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ സൈഡിലുള്ള ഈ പോർഷനും, അതായത് ഈ ഒരു പോർഷനും ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു പോർഷനും റിമൂവ് ചെയ്ത് കളഞ്ഞു. ഈ ഒരു പോർഷനും റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇനി ബാക്കി ആര് മാത്രം ഉണ്ടാവുള്ളൂ? ഇനി ഇവിടുന്ന് ഒരു പോർഷനും കൂടി റിമൂവ് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അപ്പോഴും ബാക്കി ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ഈ കാണുന്ന 1 2 3 4 5 6 7 8 9 ഈ ഒരു ഭാഗത്തുള്ള, അതായത് ഈ ഒരു ഭാഗത്ത് ഉള്ളിൽ കാണുന്ന കുറച്ച് ക്യൂബ്സ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ അല്ലെ. അതായത് നമ്മുടെ ക്യൂബ് എന്തായിട്ട് മാറും? ചെറിയൊരു ബ്ലോക്ക് ആയിട്ട് മാറും. എങ്ങനെയുള്ള ബ്ലോക്ക്? നമുക്ക് കാണുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുള്ളൂ? 3 ക്യൂബ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതുപോലെ 3 ക്യൂബ്സ് 3ന്റെ ക്യൂബായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ബ്ലോക്ക് മാത്രമേ കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഇവിടെ 3യുടെ ക്യൂബ് ആയിരിക്കും. അതായത് 27 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 27 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇനി ഇതുപോലെ ക്യൂബ് എടുത്തിട്ട് കട്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോ എന്ത് ചെയ്യാം? സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ആണെന്ന് വിചാരിക്കുക. എം നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. m-2 ആയിരിക്കും. അതായത് എം സ്ക്വയർ ആണ്, എം ക്യൂബ് ആണ് ടോട്ടൽ നമ്പർ ഓഫ് ക്യൂബ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഉള്ളില് ബാക്കിയുള്ള ക്യൂബ്സ് വെച്ചിട്ട് സറൗണ്ട് ചെയ്തിട്ടുള്ള ക്യൂബ് എന്ന് പറയുന്നത് m-2 ഹോൾ ക്യൂബ് ആയിരിക്കും. ഇവിടെ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണെന്ന് നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ m-2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. 3 ക്യൂബ് എന്ന് നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഇതുപോലുള്ള ക്വസ്റ്റ്യൻ തന്നെ വേറെ ഡിഫറെന്റ് രീതിയിൽ ചോദിക്കാം. എന്താണ്? ഫേസിലെല്ലാം പെയിന്റ് അടിച്ചു വെച്ചിട്ടുണ്ട്. റെഡ്, ബ്ലൂ, ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് രീതിയിൽ പെയിന്റ് അടിച്ചിട്ടുണ്ട്. പെയിന്റ് അടിക്കാത്ത ക്യൂബുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിക്കാം. അപ്പോഴും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ സെയിം കാര്യമാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി 3 കോർണറിൽ പെയിന്റ് അടിച്ച്, അതായത് 3 ഡിഫറെന്റ് കളേഴ്സ് പെയിന്റ് ചെയ്തിട്ടുള്ള എത്ര ക്യൂബ്സ് ഉണ്ടെന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആൻസർ? അതായത് കോർണറിലുള്ള ഓരോ ക്യൂബിലായിരിക്കുമല്ലോ 3 ഡിഫറെന്റ് കളേഴ്സ് ഉണ്ടാകുക. എത്ര കോർണർ ഉണ്ടെന്ന് നോക്കിയാൽ മാത്രം മതി. നിങ്ങൾ ടോട്ടൽ എത്ര കോർണർ ഉണ്ട്? 8 കോർണർ ഉണ്ട്. ഓക്കെ, ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് നോക്കുക. അപ്പൊ നമ്മൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 27 ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അഗെയിൻ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹൗ മെനി ഡിഫറെന്റ് ഡിസ്റ്റിങ്ക്റ്റ് 8-digit number can be formed by rearranging the digits of the number 11, 22, 33, 44 such that
എന്താ പറഞ്ഞിരിക്കുന്നത്? ഓഡ് ഡിജിറ്റ് ഓക്യുപ്പൈ ഓഡ് പൊസിഷൻസ് ആൻഡ് ഈവൻ ഡിജിറ്റ് ഓക്യുപ്പൈ ഈവൻ പൊസിഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതായത് ഒന്നാമത്തെ നമ്പർ ഓടായിരിക്കണം, രണ്ടാമത്തെ നമ്പർ ഇത് ഓടാണെങ്കിൽ ഇത് ഈവൺ ആയിരിക്കണം, ഇത് ഓടാണെങ്കിൽ ഇത് ഈവൺ ആയിരിക്കണം. ആ ഒരു രീതിയിലായിരിക്കും എന്ത് ചെയ്യേണ്ടത്, നമ്പർ എഴുതിയിട്ട് പോകേണ്ടത്. അതായത് ഓഡ് പൊസിഷനിൽ ഓഡ് നമ്പർ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ, ഈവൺ പൊസിഷനിൽ ഈവൺ നമ്പർ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ നമുക്ക് എത്ര ഓഡ് നമ്പർ ഉണ്ടെന്ന് നോക്കാം. ഏതൊക്കെയാണ് നമുക്ക് കയ്യിലുള്ള ഓഡ് നമ്പർ? 1133 അല്ലെ. ഇത് നമുക്ക് എവിടെ മാത്രമേ പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ഓഡ് പൊസിഷനിൽ മാത്രമേ പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് എത്ര ഓഡ് പൊസിഷൻ ഉണ്ട്? 8 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പോൾ 4 ഓഡ് പൊസിഷനും ഉണ്ടാവും, 4 ഈവൺ പൊസിഷനും ഉണ്ടാവും. അതായത് ഈ 4 നമ്പേഴ്സിനെയും ഈ 4 പൊസിഷനിൽ നമ്മൾ പ്ലേസ് ചെയ്യണം അല്ലെ. അപ്പൊ 4 നമ്പേഴ്സിനെ 4 ഡിഫറെന്റ് രീതിയിൽ പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? 4 ഫാക്ടോറിയൽ എന്നല്ലേ ചെയ്യുക? 4 ഫാക്ടോറിയൽ എന്ന് ചെയ്തു. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം? ഡിസ്റ്റിങ്ക്റ്റ് നമ്പേഴ്സ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ 1 എന്ന് പറയുന്നത് 2 പ്രാവശ്യമുണ്ട്, 3 എന്ന് പറയുന്നതും 2 പ്രാവശ്യമുണ്ട്. അപ്പൊ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ 1 റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് 1 2 വട്ടം റിപ്പീറ്റ് ചെയ്യുന്നത് കാരണം നമ്മൾ 2 ഫാക്ടോറിയലിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ 3 2 വട്ടം ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ 3 ഫാക്ടോറിയലിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 6 എന്ന് കിട്ടും അല്ലെ. 6 എന്ന് കിട്ടും. ഇനി അതുപോലെ തന്നെ ഈവന്റെ കാര്യം നമുക്ക് ഇതുപോലെ നോക്കാം. 2 2 4 4 ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. അവിടെയും നമുക്ക് 6 കിട്ടി. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓക്കെ, ആൻസർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? സോറി, 2 ഫാക്ടോറിയൽ. സോറി, 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ആയിരിക്കും. അതായത് നമുക്ക് 6 കിട്ടി. അതായത് ഫസ്റ്റ് കണ്ടീഷൻ ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ അല്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? മൾട്ടിപ്ലൈ ചെയ്യണം. 6 ഇൻറ്റു 6 36 ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നുകൂടെ പറയാം. ഓക്കെ, ഇവിടെ നമുക്ക് 4 ഡിജിറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഈവൺ പൊസിഷനിൽ ഈവൺ നമ്പേഴ്സും ഓഡ് പൊസിഷനിൽ ഓഡ് നമ്പേഴ്സും മാത്രമേ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ 1133 ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഓഡ് പൊസിഷൻസ് എന്ന് പറയുന്നത് 4 ഉണ്ടാവും. കാരണം എന്താ? 8 ഡിജിറ്റ് നമ്പർ ആണ്. 4 ഓഡ് പൊസിഷൻ ആയിരിക്കും, 4 ഈവൺ പൊസിഷൻ ആയിരിക്കും. അപ്പൊ ഈ 4 പൊസിഷനിലും നമ്മൾ സാധാരണ ഒരു 1 2 3 എന്ന് പറയുന്ന നമ്പർ, 1 2 3 4 എന്ന് പറയുന്ന നമ്പറിനെ എത്ര ഡിഫറെന്റ് രീതിയിൽ അറേഞ്ച് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ 4 ഫാക്ടോറിയൽ ആണെന്ന് നമ്മൾ പറയും അല്ലെ. പക്ഷെ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഇവിടെ 2 1ഉം 2 3ഉം ആണ് തന്നിരിക്കുന്നത്. സോറി കേട്ടോ, ഞാൻ ഇവിടെയും 3 ഫാക്ടോറിയൽ എന്നാണ് എഴുതിപ്പോയത്. അപ്പോ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടേ? 4 ഫാക്ടോറിയൽ എന്ന് നമ്മൾ എഴുതി. എന്താണ് കാരണം? 4 നമ്പേഴ്സ് ഉണ്ട്, അതുകൊണ്ട് 4 ഫാക്ടോറിയൽ രീതിയിൽ നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യാം. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 1ഉം ഉണ്ട്, 2 3ഉം ഉണ്ട്. അതായത് നമ്പർ റിപ്പീറ്റ് ചെയ്യാണ്. റിപ്പീറ്റ് ചെയ്യുന്നത് കാരണം 2 ഫാക്ടോറിയൽ, അതായത് 1 2 വട്ടം റിപ്പീറ്റ് ചെയ്യുന്ന കാരണം 2 ഫാക്ടോറിയൽ, അതുപോലെ തന്നെ 3 2 വട്ടം റിപ്പീറ്റ് ചെയ്യുന്ന കാരണം 2 ഫാക്ടോറിയൽ. അതായത് 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ്. ഇനി അടുത്തത് 2 2 4 4. ഇതും സെയിം ആയിരിക്കുമല്ലോ. അതായത് ഇതിനെ നമ്മൾ ഈവൺ പൊസിഷനിൽ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ആണല്ലോ. അപ്പോഴും നമുക്ക് കിട്ടുന്നത് 6 ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് തമ്മിനെ മൾട്ടിപ്ലൈ ചെയ്യണം. എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? അതായത് ഫസ്റ്റ് കണ്ടീഷൻ ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ അല്ലേ വരിക? ഫസ്റ്റ് കണ്ടീഷൻ ഓർ സെക്കൻഡ് കണ്ടീഷൻ അല്ലല്ലോ. ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ 6 ഇൻറ്റു 6 എന്ന് ചെയ്യുന്നത്.
36 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. അശ്വിനെ ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വർക്ക് ആൻഡ് ടൈമിന്റെ ക്വസ്റ്റ്യൻ ആണ്. വർക്ക് ആൻഡ് ടൈമിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് പറയാൻ പറ്റില്ല. നമുക്ക് കാലണ്ടറിന് കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം? അപ്പോൾ വർക്ക് ആൻഡ് ടൈമിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ LCMന്റെ മെത്തേഡാണ് ഇത്രയും കാലം യൂസ് ചെയ്തിരുന്നത് അല്ലെ. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ABC വർക്കിംഗ് ഇൻഡിപെൻഡന്റ്ലി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 8, 16 ആൻഡ് 12 ഡേയ്സ് റെസ്പെക്റ്റീവ്ലി. അപ്പൊ ഇത്രയും കിട്ടിയാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ അവിടെ വയ്ക്കുക, ഡാറ്റാസ് കണ്ടുപിടിക്കാം. നമുക്ക് ആവശ്യമുള്ള ഡാറ്റാസ് കണ്ടുപിടിക്കാം. അതായത് ABC ഇവർ 3 പേരും വർക്ക് ചെയ്യുന്നുണ്ട്. ഇവര് ടോട്ടൽ വർക്ക് നമുക്ക് കണ്ടുപിടിക്കണം. ഇവര് ഒരാള് 8 ദിവസം കൊണ്ടും ഒരാള് 16 ദിവസം കൊണ്ടും അടുത്തയാള് 12 ദിവസം കൊണ്ടുമാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 3 നമ്പറുടെയും LCM ആയിരിക്കും നമ്മൾ എന്തായിട്ട് എടുക്കുക? ടോട്ടൽ വർക്കായിട്ട് എടുക്കുക അല്ലെ. അപ്പൊ ഇതിന്റെ LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 ആണ്. LCM ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, 48 ആണ്. അതായത് ഇവര് 3 പേരും പെയിന്റ് പണിക്കാരാണെന്ന് വിചാരിക്കുക. 48 റൂം പെയിന്റ് അടിക്കാനുണ്ട്. ഒറ്റയ്ക്കാണെങ്കിൽ 8 ദിവസം കൊണ്ട് ആ 48 റൂമും പെയിന്റ് അടിച്ച് തീരും. B ഒറ്റയ്ക്കാണെങ്കിൽ 16 ദിവസം കൊണ്ട് ആ റൂം മുഴുവൻ പെയിന്റ് അടിച്ച് തീരും. അതുപോലെ തന്നെ C ഒറ്റയ്ക്കാണെങ്കിൽ ടോട്ടൽ വർക്ക് മീൻസ് ടുഗെദർ അല്ല, ആ കംപ്ലീറ്റ് എത്ര വർക്ക് ഉണ്ട് എന്നുള്ളതാണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. അയാൾക്ക് ചെയ്യാനുള്ള, അതായത് ഇവിടെ മൊത്തം ഒരു മുതലാളി, ഒരു കോൺട്രാക്ടർ വന്നിട്ട് 48 റൂം പെയിന്റ് അടിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് വർക്ക് കൊടുത്താണ്. അപ്പോ ഒറ്റക്കാണ് ചെയ്യുന്നതെങ്കിൽ 8 ദിവസം കൊണ്ട് ആ ജോലി തീർക്കും. അതുപോലെ തന്നെ B ഒറ്റക്കാണ് ചെയ്യുന്നതെങ്കിൽ B 16 ദിവസം എടുക്കും ആ ജോലി തീർക്കാൻ വേണ്ടിയിട്ട്. C ഒറ്റക്കാണ് ചെയ്യുന്നതെങ്കിൽ 12 ദിവസം എടുക്കും ആ ജോലി തീർക്കാൻ വേണ്ടിയിട്ട്. ആ ടോട്ടൽ എത്ര ജോലി ഉണ്ട് എന്നുള്ളതാണ് 48 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവർ 3 പേരും ഒപ്പം ചെയ്തു കഴിഞ്ഞാൽ എത്ര വർക്ക് ആവും എന്നുള്ളതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോ ഇവരുടെ 1 ഡേ വർക്ക് കണ്ടുപിടിക്കാണ്. 1 ഡേ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫിഷ്യൻസി തന്നെയാണ് കേട്ടോ. എഫിഷ്യൻസി ആണ് 1 ഡേ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ 48നെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. 16 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടും. അതുപോലെ തന്നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 കിട്ടും. അതായത് ഒരു ദിവസം 6 റൂം പെയിന്റ് അടിക്കും. അതുപോലെ തന്നെ B ഒരു ദിവസം 3 റൂം മാത്രമേ പെയിന്റ് അടിക്കുള്ളൂ. C ഒരു ദിവസം 4 റൂം പെയിന്റ് അടിക്കും. ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് Aയും Bയും Cയും കൂടിയിട്ട് ഒരു ദിവസം എത്ര പെയിന്റ് അടിക്കും? 6 + 3 + 4, അതായത് 13 റൂം പെയിന്റ് അടിക്കും ഇവർ 3 പേരും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതൊന്നല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ക്വസ്റ്റ്യന്റെ ആവശ്യം എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലെ. A alone works on Monday, B alone works on Tuesday, C alone works on Wednesday, A alone again works on Thursday and so on. ഓക്കെ, അതായത് ഇവർ 3 പേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നില്ല. ആദ്യത്തെ ദിവസം, അതായത് മൺഡേ ആണ് ഇവർ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ ദിവസം ആരാണ് വർക്ക് ചെയ്യുന്നത്? A ആണ് വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ ദിവസം ആരാണ് വർക്ക് ചെയ്യുന്നത്? B ആണ് വർക്ക് ചെയ്യുന്നത്. മൂന്നാമത്തെ ദിവസം C ആണ് വർക്ക് ചെയ്യുന്നത്. അഗൈൻ ഇവർ റൊട്ടേഷൻ ആണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത്. അപ്പോ ആദ്യത്തെ ദിവസം A ആണ് വർക്ക് ചെയ്യുന്നത്. എത്ര റൂം പെയിന്റ് അടിക്കും? 6 റൂം പെയിന്റ് അടിക്കും. രണ്ടാമത്തെ ദിവസം B ആണ് ചെയ്യുന്നത്. എത്ര റൂം പെയിന്റ് അടിക്കും? 3 റൂം പെയിന്റ് അടിക്കും. അടുത്തത് ബുധനാഴ്ച ആരാണ് ചെയ്യുന്നത്? C ആണ് ചെയ്യുന്നത്. 4 റൂം പെയിന്റ് അടിക്കും അല്ലെ. അതായത് ഇവര് 3 ദിവസം കൊണ്ട് 3 ഡേയ്സ് കൊണ്ട് ഇവർ 3 പേരും കൂടി ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 റൂം പെയിന്റ് അടിക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പോ 9 ഡേയ്സ് കൊണ്ട് എത്ര ചെയ്യും? 9 ഡേയ്സ് കൊണ്ട് 39 റൂംസ് പെയിന്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ബാക്കി എത്ര റൂംസ് ഉണ്ട്? 9 റൂംസ് കൂടിയില്ലേ? അതായത് 9 ഡേ ആയി. ഇനി 10th ഡേയിൽ ആരായിരിക്കും പെയിന്റ് അടിക്കുക? അതായത് ഇവർ 3 പേരുടെയും
3 റൊട്ടേഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് പെയിന്റ് അടിക്കാൻ പോകുന്ന ആള് എ ആയിരിക്കില്ലേ? അതായത് 10th ഡേയില് എത്ര റൂം പെയിന്റ് അടിക്കും? 6 റൂംസ് പെയിന്റ് അടിക്കും. ഇനി 11th ഡേയിലോ അടുത്ത ചെയ്യേണ്ട ബി ആണ്. അപ്പം 3 റൂം പെയിന്റ് അടിക്കും. എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 48 റൂംസ് ആയില്ലേ? അതായത് ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 48 റൂംസ് കംപ്ലീറ്റ് ആയില്ലേ? അതായത് ഈ ജോലി കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് 11 ഡേയ്സ് എടുത്തു എന്നാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്നത്. അപ്പൊ 11 ഡേയ്സ് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ വർക്ക് വിൽ ബി ഫിനിഷ്ഡ് ഇൻ 10 ഡേയ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ എന്ത് കിട്ടി? 11 ദിവസം എടുത്തു ഈ ജോലി തീരാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത എന്താണ് പറയുന്നത്? ദ വർക്ക് വിൽ ബി ഫിനിഷ്ഡ് ഓൺ തേഴ്സ്ഡേ എന്നാണ്. അപ്പൊ ഇത് തേഴ്സ്ഡേ ആണോ കഴിയുന്നത് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? മൺഡേയിലാണ് ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? മൺഡേയിലാണ് ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ മൺഡേ ഇൻക്ലൂഡിങ് ആണ് 11 ഡേ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് മൺഡേ പ്ലസ് 10 ഡേയ്സ് ആയിരിക്കില്ലേ? മൺഡേ പ്ലസ് 10 ഡേ ആണല്ലോ 11 ഡേ എന്ന് പറയുന്നത്. അപ്പോ ദിവസം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 10നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ എത്രയാണെന്ന് നോക്കുക. റിമൈൻഡർ എത്രയായിരിക്കും? 3 ആയിരിക്കും. മൺഡേയുടെ കൂടെ 3 ഡേയ്സ് കൂടി ആഡ് ചെയ്യാം. മൺഡേയുടെ കൂടെ 3 ഡേയ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏതാണ്? തേഴ്സ്ഡേ അല്ലേ? അപ്പൊ നമ്മുടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1 ഓൺലി, എ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് 7 + 9 + 10 ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 26 എന്ന് കിട്ടും. ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 26 എന്ന് കിട്ടും. 2 + 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ്. അതുപോലെ തന്നെ 9 + 11 + 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 50 കിട്ടും. 50 5 + 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. അതുപോലെ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 49 കിട്ടും. 4 + 9 എന്ന് പറഞ്ഞാൽ 13 ആണ്. അതുപോലെ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 42 കിട്ടും. 42 എന്ന് പറഞ്ഞാൽ 4 + 2. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 6 ആയിരിക്കും. ഇവിടെയും നമ്മുടെ ആൻസർ എ ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചേ. Let x be a positive integer such that 7x + 96 is divisible by x. അപ്പൊ ഈ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7x + 96 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിസിബിൾ ബൈ എന്താണ്? എക്സ് ആണ്. ഹൗ മെനി വാല്യൂസ് ഓഫ് എക്സ് ആർ പോസിബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 7x + 96 എന്നതിന് നമ്മൾ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 96ൽ, അതായത് ഈ നമ്പറിൽ എക്സ് കംപ്ലീറ്റ് ആയിട്ട് ഏതൊക്കെ രീതിയിൽ പോകും എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇതിനെ ഒന്നുകൂടി ഡിഫറെന്റ് ആയിട്ട് ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 7x / x, അതായത് 7 + 96 / x എന്നാണ് ചോദിച്ചത്. അതായത് എക്സിന് ഏതൊക്കെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 96നെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം എന്നതാണ് ക്വസ്റ്റ്യൻ. അതായത് 7x എന്ന് പറയുന്ന ആൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ യാതൊരു റോളും ഇല്ല. ഈ 96ന് മാത്രമാണ് ഇവിടെ റോൾ എന്ന് പറയുന്നത്. അതായത് 96നെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ട് എന്നതാണ് ചോദ്യം. അതെന്താണ്? 96ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അതായത് 96ന് എത്ര ഫാക്ടർ ഉണ്ട് എന്ന് ഇൻഡയറക്ട്ലി ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത്? അപ്പൊ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് യൂസ് ചെയ്യും. പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പറിനെ നമ്മൾ പ്രൈം നമ്പറിന്റെ ടേമിലേക്ക് മാറ്റി എഴുതാൻ വേണ്ടി നോക്കും. പ്രൈം നമ്പറിന്റെ ടേമിലേക്ക് മാറ്റി എഴുതും അല്ലെ? അപ്പൊ 96നെ നമുക്ക് എന്തായിട്ട് എഴുതാം? 96നെ നമുക്ക് 32 × 3 എന്ന് എഴുതിക്കൂടെ? 32 × 3 എന്ന് എഴുതിക്കൂടെ? ഈ 32 എന്ന് പറഞ്ഞാൽ എന്താണ്?
2⁵ അല്ലേ? 2⁵ ഇൻറ്റു 3 ആണ് എന്ത് 96 എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ നമുക്ക് ഇത്രയും കിട്ടി. ഇതെല്ലാം നമുക്ക് തന്നിരിക്കുന്ന, അതായത് നമ്മൾ അവസാനം എഴുതിയിരിക്കുന്നത് എന്തിന്റെ ടേമിലാണ്? പ്രൈം നമ്പറിന്റെ ടേമിലാണ്. അതായത് പ്രൈം നമ്പറിന്റെ പവറിന്റെ ടേമിലാണ് എഴുതിയിരിക്കുന്നത്. അതായത് അവസാനം 96 എന്ന് പറയുന്ന നമ്പർ നമുക്ക് എന്തായിട്ട് മാറി? 2⁵ ഇൻറ്റു 3⁵1 എന്നായിട്ട് മാറി. ഇനി നമ്മൾ എങ്ങനെയാണ് ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത്? പവർ പ്ലസ് 1 ചെയ്യാം. പവർ പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2ന്റെ പവർ 5 ആണ്. 5 + 1 ഇൻറ്റു ഇവിടെ 3ന്റെ പവർ എത്രയാണ്? 1 ആണ്. 1 + 1. പവർ പ്ലസ് 1 ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇവിടെ എന്തായിരിക്കും വരിക? 6 ഇൻറ്റു 2. ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആയിരിക്കും. നിങ്ങളെടുത്ത് ടോട്ടൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനാണ് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു മെത്തേഡ് ഓർത്തിരിക്കുക. ഇതുപോലെ 2 ക്വസ്റ്റ്യൻ ആണ് 2023 ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഈ ക്വസ്റ്റ്യനും കൺസെപ്റ്റ് ഓർത്തിരിക്കുക എല്ലാരും. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് പി ക്യു ആർ ആൻഡ് എസ് ആർ ഡിസ്റ്റിങ്ക്റ്റ് സിംഗിൾ ഡിജിറ്റ് പോസിറ്റീവ് നമ്പർ, then what is the greatest value of p plus q into r plus s? അതായത് ഗ്രേറ്റസ്റ്റ് വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് വേണം? എടുക്കുന്ന നമ്പറും വലുതായിരിക്കണം. അപ്പൊ നമുക്ക് പോസിബിൾ ആയിട്ട് എടുക്കാൻ പറ്റിയ വലിയ സിംഗിൾ ഡിജിറ്റ് നമ്പേഴ്സ് ഏതൊക്കെയാ ഉള്ളത്? 4 എണ്ണം ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതായത് 9, 8, 7, 6. അപ്പൊ പി ക്യു ആർ എസിന് നമുക്ക് എടുക്കാൻ വേണ്ടി പോസിബിൾ ആയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് ഈ 4 ഡിജിറ്റുകളാണ്. അപ്പൊ ഈ 4 ഡിജിറ്റുകൾ വെച്ചിട്ട് 2 ഗ്രൂപ്പ് ആക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ നമ്പർ ഏതാണ് കിട്ടുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വലിയ നമ്പർ ആവാൻ ചാൻസ് ഉള്ളത് ഒരു സ്ക്വയർ ആയിരിക്കും. ആ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. വലിയ നമ്പർ ആകാൻ, വലിയ മൾട്ടിപ്പിൾ ആകാൻ ചാൻസ് ഉള്ളത് എപ്പോഴും ഒരു സ്ക്വയറിനായിരിക്കും അല്ലെ? ഇനിയിപ്പോ സ്ക്വയർ ഫോം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തൊട്ടടുത്തടുത്ത നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും വലിയ ഒരു നമ്പർ കിട്ടാൻ സാധ്യതയുള്ളത്. ഓക്കെ, ഈ ഒരു കാര്യം ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 7 + 8 ഇൻറ്റു 9 + 6, അതായത് 15 ഇൻറ്റു 15, 225 ആയിരിക്കും ഇവിടെ നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കോമ്പിനേഷനും എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കും. എന്നിട്ട് അതിൽ ഏതാണ് വലുത് എന്ന് കണ്ടുപിടിക്കുമ്പോഴേക്കും നിങ്ങളുടെ ടൈം പോകും. അപ്പൊ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. സ്ക്വയർ ആയിരിക്കും, സ്ക്വയർ ഉണ്ടെങ്കിൽ സ്ക്വയർ ആയിരിക്കും എപ്പോഴും വലുതാവാൻ ചാൻസ് ഉള്ള നമ്പർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എ നമ്പർ n ഈസ് ഫോംഡ് ബൈ റൈറ്റിംഗ് 99 ടൈംസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. 9നെ 99 ടൈംസ് എഴുതിയിരിക്കുകയാണ്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ റിമൈൻഡർ ഇഫ് n ഈസ് ഡിവൈഡഡ് ബൈ 13. അതായത് 9നെ നമ്മൾ ഇങ്ങനെ 99 ടൈംസ് എഴുതിയിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ അല്ല അല്ലെ? അപ്പൊ എന്തെങ്കിലും എളുപ്പവഴി ഇതിൽ കാണാതിരിക്കില്ല. അപ്പൊ ഞാൻ നേരത്തെ XYZ എന്നുള്ള കേസിൽ നിങ്ങളടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 എണ്ണത്തിന്റെ ഒരു ഗ്രൂപ്പ് എടുത്തിട്ട്, അതായത് 6 ഒരു 6 ഡിജിറ്റ് നമ്പറിന്റെ ഒരു ഗ്രൂപ്പ് എടുത്തിട്ട് അതിന് നേരെ പകുതിയാക്കിയിട്ട് ഫസ്റ്റ് ഹാഫ് നിന്ന് സെക്കൻഡ് ഹാഫ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 13 ആണെങ്കിൽ ആ നമ്പർ ഡിവിസിബിൾ ബൈ 13 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ നമുക്ക് ഇവിടെയും നോക്കാലോ. നമ്മൾ ഈ ഒരു 6 ഗ്രൂപ്പ് എടുത്ത് നോക്കുകയാണ്. ഈ 6 ഗ്രൂപ്പിനെ ഞാൻ ഹാഫ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 0 എന്നല്ലേ? അതായത് ഈ 9 ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിവിസിബിൾ ബൈ 13 ആയിരിക്കും. അതുപോലെ ഇവിടെയും ഒരു 6 ഗ്രൂപ്പ് ഉണ്ടാവില്ലേ? 9ന്റെ 6 ഗ്രൂപ്പ് ഉണ്ടാവില്ലേ? ഇതും ഡിവിസിബിൾ ബൈ 13 ആയിരിക്കുമല്ലോ. അതുപോലെ എത്ര 6 ഗ്രൂപ്പ് ഉണ്ടാകും? എന്ത് ചെയ്താൽ മതി?
99നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ എത്ര വരും? 3 എന്ന് വരും. 3 റിമൈൻഡർ വരും. അതായത് അവസാനം 3 9 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 3 9 മാത്രമേ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 9 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഈ 3 9നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഈ 3 9നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എളുപ്പമായിരിക്കുമല്ലോ. ഈ 3 9നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ വരുന്നത് എന്തായിരിക്കും? 11 ആയിരിക്കും. ഓക്കെ, ഇതൊന്ന് നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. ഇനി ഇതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഈച്ച് ഡിജിറ്റ് ഓഫ് 9 ഡിജിറ്റ് നമ്പർ ഈസ് 11 അല്ലെ? അതായത് ഒരു 9 ഡിജിറ്റ് നമ്പർ ഉണ്ട്. ആ നമ്പറിന്റെ ഡിജിറ്റ് എല്ലാം എന്താണ്? 1 ആണ്. 1 വെച്ചിട്ടാണ് ആ നമ്പർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ഇറ്റ് സെൽഫ്, അതായത് അതിന്റെ സ്ക്വയർ എടുത്തു. വാട്ട് ഈസ് ദ സം ഓഫ് ദ ഡിജിറ്റ് ഓഫ് ദ റിസൾട്ടിങ് നമ്പർ? അപ്പൊ ഇത് മുഴുവൻ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എക്സാം കഴിയും. അപ്പോൾ അതായിരിക്കില്ല അതിന്റെ വഴി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഒരു 1 × 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് അല്ലെ? അതായത് 1 മാത്രമുള്ള ഒരു നമ്പർ. 11 × 11 അതായത് 2 1 ഉള്ളൊരു 2 ഡിജിറ്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 2 1 വരും. ഇനി 3 ഒന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 1 2 3 2 1 വരും. ഇനി 4 എണ്ണം ഉള്ളതാണെങ്കിലോ 1 2 3 4 3 2 1 വരും. അപ്പോൾ 9 ഡിജിറ്റ് ഉള്ള 9 1 വെച്ചുള്ള ഒരു നമ്പറിനെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിജിറ്റ് ഏതായിരിക്കും? അതായത് നമ്പർ ഏതായിരിക്കും? 1 2 3 4 5 6 7 8 9 8 7 6 5 4 3 2 1. ഇതായിരിക്കുമല്ലോ നമ്മുടെ നമ്പർ എന്ന് പറയുന്നത്. ഈ നമ്പറിന്റെ ഡിജിറ്റ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പൊ ആഡ് ചെയ്യുന്ന എളുപ്പ വഴി അറിയാലോ. എന്ത് ചെയ്യാം? 1 മുതൽ 9 വരെയുള്ള നമ്പർ ആഡ് ചെയ്യാം. എങ്ങനെ? n × n+1/2 ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒന്നുകൂടി പറയാം. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഈച്ച് ഡിജിറ്റ് ഓഫ് എ 9 ഡിജിറ്റ് നമ്പർ ഈസ് 1. അതായത് ഒരു 9 ഡിജിറ്റ് നമ്പർ ഉണ്ട്. ആ നമ്പർ എല്ലാം എന്താണ്? അതിന്റെ ഡിജിറ്റ് എല്ലാം 1 കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ? അതിനെ ആ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാണ്. അതായത് അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ കിട്ടുന്ന റിസൾട്ടന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന നമ്പറിന്റെ ഡിജിറ്റ്സ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മളിവിടെ ഇത് ആഡ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ നമ്പർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? 1 × 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 തന്നെ കിട്ടുന്നു. 11 × 11 ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 2 1 ഉള്ള നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 2 1 എന്ന് കിട്ടുന്നു. 3 1 ഉള്ള ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 1 2 3 2 1 എന്ന് കിട്ടുന്നു. അതുപോലെ തന്നെ 4 1 ഉള്ള ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് 1 2 3 4 3 2 1 എന്നാണ്. അപ്പോൾ 9 1 ഉള്ള ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 1 2 3 4 5 6 7 8 9 8 7 6 5 4 3 2 1 എന്ന് പറഞ്ഞൊരു നമ്പർ ആയിരിക്കും. ഓക്കെ ആണോ ഇതുവരെ അഭിരാമി? ഓക്കെ, ചെയ്യാമേ. ഓക്കെ, അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 1 മുതൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 1 മുതൽ 8 വരെയുള്ള 2 സെറ്റ് ഉണ്ട് അല്ലെ? ഇതിനെ നമ്മൾ n × n+1/2 n × n+1/2 ഇതിനെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള ഒരു 9 ഉണ്ടല്ലോ, 9 കൂടി ആഡ് ചെയ്യാം അല്ലെ? അത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും നിങ്ങൾക്ക്? n × n+1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8 × 9 വരും. അതായത് ഈ 2ഉം ക്യാൻസൽ ആകും. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 8 ആണ്. 8 × 9 +9 എന്ന് വരും. അപ്പോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 64 അല്ലല്ലോ ഒരു 81 എന്ന് വരും അല്ലെ? 72 + 9
81 എന്ന് വരും. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ സി ആണ്. ഇനി കഴിഞ്ഞ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 9നെ 99 ടൈംസ് എഴുതിയിരിക്കുകയാണ് അല്ലെ. 99 ടൈംസ് എഴുതിയിട്ട് അതിനെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ അല്ലാത്ത കാര്യമാണ്. പക്ഷെ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ എക്സ് വൈ സെഡ് എന്ന ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിനെ നമ്മൾ രണ്ടായിട്ട് ഭാഗിച്ചിട്ട് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ആ നമ്പർ, ആ ഗ്രൂപ്പ് ഓഫ് നമ്പർ എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 13 ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ഇവിടെ ഓരോ ഗ്രൂപ്പിന് ഉണ്ടായിക്കൂടെ? 9ന്റെ 6 9 വരുന്ന ഗ്രൂപ്പ് ഉണ്ടായിക്കൂടെ? 6 9 വരുന്ന ഗ്രൂപ്പ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അല്ലെ. അങ്ങനെ എത്ര ഗ്രൂപ്പ് ഉണ്ടാകും? അങ്ങനെ എത്ര ഗ്രൂപ്പ് ഉണ്ടാവും നോക്കണ്ട, ആ ഗ്രൂപ്പൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി എത്ര 9 ഉണ്ടാകും എന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ പോരെ. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ വേണ്ടത്? 99നെ നമ്മൾ 6 കൊണ്ട്, അതായത് 999 ടൈംസ് എഴുതിയിട്ടുണ്ടല്ലോ, ആ 990 ടൈംസ് എഴുതിയതിൽ നമുക്ക് 6ന്റെ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 99നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എത്ര 9 വരും എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. റിമൈൻഡർ എത്ര 9 വരും? 3 9 വരും. ആ 3 9 വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവസാനം ബാക്കിയാവുന്നത് ആരാണ്? 999 ആണ്. 999നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? 13 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 13 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ എത്രയാ കിട്ടുക? 11 ആയിരിക്കും കിട്ടുക. അതാണ് ഇവിടെ പറഞ്ഞത്. ക്ലിയർ ആണോ ആര്യശ്രീ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം നമുക്ക്. അപ്പോ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? What is the sum of all digits which appears in the integers form 10 to 100? 10 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡിജിറ്റ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക എന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ ഈ ഒരു ചോദ്യം നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്കപ്പോ ഈ നമ്പേഴ്സ് എല്ലാം എഴുതി നോക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് എഴുതുകയാണ്. അപ്പൊ ഞാനിങ്ങനെ ഗ്രൂപ്പ് ചെയ്യാണ്. 10 11 12 13 14 15 16 17 18 19. ഓക്കെ, അടുത്തത് സ്റ്റാർട്ട് ചെയ്യുന്നത് 20 21 22 23 അങ്ങനെ അങ്ങനെ 29 വരെ. എന്നിട്ട് എവിടം വരെ പോകും? ഇവിടെ 90 91 91 92 93 94 അപ് ടു 99 വരെ പോകും. ഇനി ബാക്കി ഒരു 100 ഉണ്ട്. ആ 100ന് ഞാനിവിടെ മാറ്റിയിട്ടിരിക്കുകയാണ്. ആരുടെ മൈക്കോണാണ്, ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ആഡ് ചെയ്യാൻ തുടങ്ങാം. നമുക്ക് ഈ ഒരു രീതിയിൽ ആഡ് ചെയ്ത് നോക്കാം. ഈ ഒരു ഡയറക്ഷനിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിയേ, നമ്മൾ ഓഡ് പ്ലേസ് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അതായത് ഓഡ് പ്ലേസ് മാത്രം ആഡ് ചെയ്യാണ്. അപ്പൊ ഇവിടെ ഉള്ളത് ആരൊക്കെയാണ്? 0 ഉണ്ട്, 1 ഉണ്ട്, 2 3 4 5 6 7 8 9. അതായത് 0 മുതൽ 9 വരെയുള്ള നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതായത് n ഇൻറ്റു n പ്ലസ് 1 ചെയ്താൽ മതിയില്ലേ? n ഇൻറ്റു n പ്ലസ് 1/2. അതായത് 1 മുതൽ 9 വരെയുള്ള നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 45 ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് അല്ലെ. അതുപോലെ ഇവിടെ ഉണ്ടാവില്ലേ 1 മുതൽ 9 വരെയുള്ള നമ്പർ? അതുപോലെ എല്ലാ ലൈനിനും കാണില്ലയോ 1 മുതൽ 9 വരെയുള്ള നമ്പർ? അപ്പോ ടോട്ടൽ എത്ര ലൈൻ ഉണ്ട്? 1 മുതൽ 9 വരെ. അതായത് ടോട്ടൽ നമുക്ക് 9 ലൈനാണ് ഇവിടെ ഉള്ളത്. 9 ഇൻറ്റു 45 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഡ് പ്ലേസിലുള്ള ഡിജിറ്റിന്റെ എല്ലാം സം കിട്ടും. ഓഡ് പ്ലേസിലുള്ള ഡിജിറ്റിന്റെ എല്ലാം സം കിട്ടും. അപ്പൊ 9 ഇൻറ്റു 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 405. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് ബുദ്ധിമുട്ടരുത്, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 450 കിട്ടും. അതിൻ്റെ അകത്ത് ഒരു 45 കുറക്കാം. ഓക്കെ, അപ്പൊ 405 കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 10th പ്ലേസിലുള്ള നമ്പേഴ്സ് എല്ലാം ആഡ് ചെയ്യണം.
10th പ്ലേസിലുള്ള നമ്പേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാം? നമുക്ക് ഈ ഡയറക്ഷനിൽ ആഡ് ചെയ്ത് നോക്കാം. ഇവിടെയും എന്തുണ്ട്? 1 മുതൽ 9 വരെയുള്ള നമ്പറാണ് ആഡ് ചെയ്യുന്നത്. അതായത് 45 തന്നെ ആയിരിക്കുമല്ലോ ഇവിടുത്തെ സം എന്ന് പറയുന്നത്. പക്ഷെ എത്ര ലൈൻസ് ഉണ്ട് നമുക്ക് താഴോട്ട്? 1 2 3 4 5 6 7, അതായത് 0 മുതൽ 9 വരെയുള്ള ലൈൻസ്, അതായത് ടോട്ടൽ 10 ലൈൻസ് ഉണ്ട്. അതായത് 10 into 45 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10th പ്ലേസിലുള്ള ഡിജിറ്റിന്റെ സമ്മ് കിട്ടും 450. അതായത് 405 പ്ലസ് 450 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 855 എന്ന് കിട്ടും. പക്ഷെ നമ്മുടെ ആൻസർ ഇവിടെ തീർന്നില്ല. എന്താണ്? 1 മുതൽ 10 മുതൽ 100 വരെയുള്ള എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 99 വരെയുള്ളത് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഒരു 100നെ മാറ്റി വെച്ചിട്ടുണ്ട്. 100ന്റെ ഡിജിറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കിട്ടുന്നത്? 1 പ്ലസ് 0 പ്ലസ് 0, അതായത് 1 തന്നെ. 855ന്റെ കൂടെ 1 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 856 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ അഗെയിൻ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷന്റെ ഭാഗത്ത് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ABCD ഈസ് എ സ്ക്വയർ 1 point on each side of each of AB and CD. AB-യിലും CD-യിലും ഓരോ പോയിന്റ് വീതമുണ്ട്. ആൻഡ് 2 distinct point on each of BC and DA are chosen. അപ്പൊ ഞാൻ ഇവിടെ ഒരു സ്ക്വയർ വരക്കുകയാണ്. ABCD. ABCD-യിൽ AB ആൻഡ് CD-യിൽ ഓരോ പോയിന്റ് വീതമുണ്ട്. ഓരോ പോയിന്റ് വീതമുണ്ട്. ഓക്കെ, AB-യിലും CD-യിലും ഓരോ പോയിന്റ് വീതമുണ്ട്. അതുപോലെ തന്നെ BC-യിലും DA-യിലും 2 പോയിന്റ് വീതമുണ്ട്. BC-യിലും DA-യിലും 2 പോയിന്റ് വീതമുണ്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി how many distinct triangles can be drawn using any 3 points as vertices out of these 6 point? അതായത് ഈ 6 പോയിന്റിൽ നിന്നും നമ്മൾ 3 പോയിന്റിനെ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ നമ്മൾ ലെറ്ററിന്റെ പ്രോബ്ലം ചെയ്ത സമയത്ത് 4 ലെറ്ററിൽ നിന്നും 2 ലെറ്ററിനെ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നാ ചോദ്യം ചോദിച്ചേ. ഇനി ഇവിടെയാണെങ്കിലോ 6 പോയിന്റിൽ നിന്നും 3 പോയിന്റിനെ എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നാണ് ചോദ്യം. അപ്പോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 6C3 എന്നായിരിക്കും. 6C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 into 5 into 4 divided by 1 into 2 into 3 അല്ലേ? അപ്പോ 1 into 2 into 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ്. ബാക്കിയുള്ളത് 5 into 4 equal to 20. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 20 ആയിരിക്കും. ഇനി ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വേറൊരു ഡിഫറെന്റ് രീതിയിൽ ചോദിച്ചേക്കാം. ഇനി ഇവിടെ 2 സൈഡിലും ബിയിലും സിയിലും എത്ര പോയിന്റ് ഉണ്ട്? 3 പോയിന്റ്. AD-യിലും BC-യിലും 3 പോയിന്റ് വീതം ഉള്ളതെന്ന് വിചാരിക്കാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ മാറും? ടോട്ടൽ നമുക്കിപ്പോ 8 പോയിന്റ്സ് ആണുള്ളത് അല്ലെ? 8 പോയിന്റ്സിൽ നമുക്ക് 3 പോയിന്റ്സ് തിരഞ്ഞെടുക്കണം. അതായത് 8C3 എന്നാകും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അതായത് 8C3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 8 into 7 into 6, അതായത് 1 into 2 into 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ വരുന്നത് 56 ആണ്. പക്ഷെ നമ്മുടെ എക്സാക്ട് ആൻസർ 56 ആയിരിക്കുമോ? ആയിരിക്കില്ല. കാരണം നമുക്ക് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് ഒരു ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിള് നമുക്ക് ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കിടക്കുന്ന 3 പോയിന്റ് വെച്ചിട്ട് ഫോം ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആ കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 3 പോയിന്റിനെ കൊണ്ട് നമ്മൾ ഒരു ട്രയാങ്കിൾ ഉണ്ടായിട്ടില്ലേ? യെസ്. അതായത് 3 പോയിന്റിന്റെ അകത്ത് നമ്മൾ ഉണ്ടാക്കിയ ട്രയാങ്കിൾസിനെ മൈനസ് ചെയ്യണം. അതായത് ഇവിടെ 2, 3 പോയിന്റ് സ്ട്രെയിറ്റ് ലൈനിലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രയാങ്കിൾസ് ഫോം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 56ൽ നിന്നും 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 54 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ വേണമെങ്കിൽ അടുത്ത വട്ടം ചോദിക്കാം. അതായത് സ്ട്രെയിറ്റ് ലൈനിൽ വരുന്ന കണ്ടീഷൻ ഇതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കാം ചെയ്യുമ്പോൾ. ഓക്കെ, നമുക്കപ്പോ ഈ ഒരു ക്വസ്റ്റ്യനും കൂടി
ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് തൽക്കാലം നിർത്താം. 10 മണിയാവുന്നു. നമുക്ക് ബാക്കി നാളെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്താ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? എ ബോക്സ് കണ്ടെയ്ൻ 14 ബ്ലാക്ക് ബോൾസ്, 20 ബ്ലൂ ബോൾസ്, 26 ഗ്രീൻ ബോൾസ്, 28 യെല്ലോ ബോൾസ്, 38 റെഡ് ബോൾസ് ആൻഡ് 54 വൈറ്റ് ബോൾസ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് സ്റ്റേറ്റ്മെന്റ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ സ്മോളസ്റ്റ് നമ്പർ n such that any ball drawn from the box randomly must contain one full group of at least one color is 175 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് റാൻഡം ആയിട്ട് കുറെ ബോൾസ് നമ്മൾ എടുത്ത് മാറ്റി. അപ്പൊ ഇവര് പറയുന്നത് അറ്റ്ലീസ്റ്റ് നമ്മൾ 175 ബോൾസ് പുറത്തെടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ ഏതെങ്കിലും ഒരു ബോളിന്റെ സിംഗിൾ ഗ്രൂപ്പ് നമുക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അതായത് ഏതെങ്കിലും ഒരു ബോളിന്റെ സിംഗിൾ ഗ്രൂപ്പ് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 175 ബോൾസ് എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് ഇവിടെ ടോട്ടൽ 6 ഡിഫറെന്റ് ബോൾസ് ഉണ്ട് അല്ലെ. 6 ഡിഫറെന്റ് ബോൾസിൽ നമ്മൾ 175 ബോൾ എടുത്തു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഗ്രൂപ്പ് ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. അതായത് ഈ 6 ഡിഫറെന്റ് ഗ്രൂപ്പിൽ നിന്നും എന്തൊഴിവാക്കി? എല്ലാത്തിൽ നിന്നും ഓരോ ബോൾസ് നമ്മൾ എടുത്ത് മാറ്റി വെച്ചു. അതായത് 14 ഒരു ബോൾ എടുത്ത് മാറ്റി വെച്ചു, 20 ഒരു ബോൾ എടുത്ത് മാറ്റി വെച്ചു, 26 ഒരെണ്ണം മാറ്റി വെച്ചു, 28 മാറ്റി വെച്ചു, 38 മാറ്റി വെച്ചു, 54 മാറ്റി വെച്ചു അല്ലെ. അതായത് നമുക്ക് ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? 13 ബോൾ ഉണ്ട്, 20 ബോൾ ഉണ്ട്, 26 ഗ്രീൻ ബോൾ ഉണ്ട്, 28 യെല്ലോ ഉണ്ട്, 38 റെഡ് ഉണ്ട് ആൻഡ് 54 വൈറ്റ് ഉണ്ട്. ഓക്കെ, ഇത്രയും ബോൾസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. എല്ലാത്തിൻ്റെതിൽ നിന്നും ഓരോ ബോൾസ് അവിടെ മാറിയിരിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 174 ആണ്. ഇനി നമ്മൾ ഒരു ബോൾ കൂടി എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഗ്രൂപ്പ് കംപ്ലീറ്റ് ആയി എന്ന് പറയാമല്ലോ. അതായത് ഇനി ഏതെങ്കിലും ഒരു ബോൾ എടുത്താൽ മതി. മേ ബി ഒരു ബ്ലാക്ക് ബോളോ അല്ലെങ്കിൽ എടുക്കുന്ന ബോൾ ഒരു ബ്ലൂ ബോൾ ആയാലോ അല്ലെങ്കിൽ ഒരു ഗ്രീൻ ബോൾ ആയാലോ യെല്ലോ ആയാലോ റെഡ് ആയാലോ വൈറ്റ് ആയാലോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ലേ? കാരണം ഈ 6 ബോളിൽ ഏത് ബോൾ എടുത്തു കഴിഞ്ഞാലും ഇതിലൊരു ഗ്രൂപ്പ് കംപ്ലീറ്റ് ആകും. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? 175 ആണ്. ഒരു ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. 175 ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഷൂവിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? രണ്ടാമത്തെ കേസിൽ എന്ത് ചെയ്യാം? നമ്മൾ ആദ്യം എടുക്കുന്ന, അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നമുക്ക് കിട്ടി. നമ്മളിനി ആദ്യം എടുക്കുന്ന ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 54 വൈറ്റ് ബോൾ ആണ് എന്ന് വിചാരിക്കുക എടുത്തിരിക്കുന്നത്. കാരണം എന്താ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ സ്മോളസ്റ്റ് നമ്പർ m such that any ball drawn from the box randomly must contain at least one ball of each color എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് 167 ബോൾസ് വീണ് കഴിഞ്ഞാല് എല്ലാ കളറിന്റെ അകത്തും അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും വീണു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് ആദ്യം വീണ 54 എന്താണ്? വൈറ്റ് ബോൾ ആണെന്ന് വിചാരിക്കുക. പിന്നെ വീണ 38 റെഡ് ആണെന്ന് വിചാരിക്കുക. പിന്നെ വീണ 28 യെല്ലോ ആണെന്ന് വിചാരിക്കുക. അടുത്തത് 26 ഗ്രീൻ ആണെന്ന് വിചാരിക്കുക. 20 ബ്ലൂ ആണ്. ഇനി വീഴാൻ പോകുന്ന ഒരെണ്ണം മാത്രം വീണാ പോരെ? ബ്ലാക്ക്. ഇനി നമുക്ക് ഉറപ്പിച്ച് പറയാലോ എന്താണെന്ന്? എല്ലാ കളറും വീണു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമല്ലോ. പറ്റും. അപ്പൊ ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്ന ആൻസർ? 167 ആണ്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. നിങ്ങൾ ഈ പോർഷൻസ് ഒക്കെ റിവൈസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നാളത്തെ ക്ലാസ്സിൽ ചോദിക്കാം. അപ്പൊ തൽക്കാലം 10 മണിയായത് കാരണം